നാരായണ 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 നാരായണ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. വാഗീശാദ്യാസ്സു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശരദിന്ദുസുന്ദരരുചിശ്ചേതസി സാമേ ഗിരാം ദേവി അപഹൃത്യ തമഃ സന്തതമർത്ഥാനഖിലാൻ പ്രകാശയതു. ദോർഭിര്യുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനൈകേന പത്മം സ്ഥിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിരീരിഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഗുരുവായൂരപ്പ ശരണം. നൈമിശാരണ്യത്തില് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് ഉഗ്രശ്രവസ് എന്ന പൗരാണികനായ സൂതൻ പണ്ട് താൻ ഗംഗാതീരത്ത് വെച്ച് ശുഗബ്രഹ്മഋഷിയിൽ നിന്നും കേട്ടതായ ശ്രീമദ് ഭാഗവതത്തെ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗംഗാതീരത്ത് വെച്ച് ശുഗബ്രഹ്മഋഷി പരീക്ഷത്തിനായിക്കൊണ്ട് വിതുരന് മൈത്രേയ മഹർഷി പറഞ്ഞുകൊടുത്ത ഭാഗങ്ങളാണ് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 5-ാം അധ്യായം മുതൽ തൃതീയ സ്കന്ധം മുഴുവനും പിന്നെ 4-ാമത്തെ
ചതുർത്ഥ സ്കന്ധം മുഴുവനും വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ശുഖബ്രഹ്മഋഷി പരീക്ഷത്തിനും. ആ പരീക്ഷയിൽ സുഖസംവാദം സൂതൻ ശൗനകാദി മഹർഷിമാർക്കും പറഞ്ഞു കൊടുക്കുന്നത്. സ്വയംഭുവ മനുവിന്റെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും കഥകളെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു തരണേ എന്നാണ് വിതുരന്റെ അപേക്ഷ. അങ്ങനെ അപേക്ഷിക്കാൻ കാരണമുണ്ട്. ആ സ്വയംഭു മനുവിന്റെ വംശത്തിലാണ് ഭഗവാന്റെ അനേകം അവതാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ അവതാരങ്ങള് കേൾക്കാനുള്ള മോഹമായിട്ടാണ് അവതരിച്ച ഭഗവാന്റെ അനേകം അമൃതവാണികളെ കേൾക്കാനുള്ള മോഹത്തോടു കൂടിയാണ് വിതുരൻ ആ സ്വയംഭുവ മനുവിന്റെ വംശത്തെ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിൽ തൃതീയ സ്കന്ധത്തില് മനുവിന്റെ മധ്യമപുത്രിയായ ദേവഹൂതിയുടെ പുത്രനായിട്ട് അവതരിച്ച കപില ഭഗവാന്റെ അമൃതവാണികളെ പറഞ്ഞ് കൊടുത്തു. നാലാമത്തെ സ്കന്ധത്തിൽ ദേവഹൂതിയുടെ സഹോദരിയായ പ്രസൂതിയെ വിവാഹം കഴിച്ച ദക്ഷന്റെ പുത്രിയായ മൂർത്തിയിൽ ഭഗവാൻ നരനാരായണ മഹർഷിമാരായിട്ട് അവതരിച്ച രംഗത്തെയും, പിന്നീട് ദക്ഷന് പ്രസൂതിയിലുണ്ടായ സതിയെ മഹാദേവൻ വിവാഹം കഴിച്ചതും ആ മഹാദേവനെ ദക്ഷൻ നിന്ദിച്ചത് കണ്ട് തന്റെ അച്ഛൻ തന്റെ ഭർത്താവിനെ അല്ല ലോകൈകനാഥനെ തന്നെ നിന്ദിക്കുന്നത് കണ്ട് സതീദേവി ഇനി ദക്ഷപുത്രിയായിട്ട് തനിക്ക് ജീവിതം വേണ്ട എന്നുറപ്പിച്ച് ദേഹം ത്യജിച്ച രംഗങ്ങള് മഹാദേവന്റെ മഹിമയെ മഹാദേവനും മഹാവിഷ്ണുവും രണ്ടല്ല എന്ന് വീണ്ടും വീണ്ടും നമുക്ക് പറഞ്ഞു തരുന്ന ആ ദക്ഷയാഗം കഥ നാലാമത്തെ സ്കന്ധത്തിൽ വർണ്ണിച്ചതിന് ശേഷമാണ് എട്ടാമത്തെ അധ്യായം മുതലാണ് ധ്രുവചരിതം ആരംഭിക്കുന്നത്. സ്വയംഭു മനുവിന്റെ രണ്ടാമത്തെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിന്റെ പുത്രനായിട്ടാണ് നമ്മുടെ കഥാനായകനായ ധ്രുവന്റെ ജന്മം. ധ്രുവനെ പോലെ ഒരു പുത്രനെ പ്രസവിക്കാൻ സുനീതിക്ക് സാധിച്ചു. വിവാഹം കഴിക്കുന്നവര് പ്രസവിക്കുന്നവര് അനേകമുണ്ടെങ്കിലും ധ്രുവനെ പോലെ ഒരു പരമഭക്തനെ പ്രസവിക്കാൻ സാധിച്ചത് ആ സുനീതിക്ക് മാത്രമായിരുന്നു. ആ സുനീതിയുടെ തപസ്സിന്റെ ഫലമായിട്ടാണ് ശരിക്കു പറഞ്ഞാൽ ധ്രുവന് ആ ധ്രുവപദത്തിലേക്ക് ഉയരാൻ സാധിച്ചിരിക്കുന്നത്. കുട്ടികളുടെ ഉയർച്ചയുടെ പിന്നിൽ ഏറ്റവും കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത് അമ്മയുടെ ആ സ്നേഹവും വാത്സല്യവും ആണ് എന്നത് ആ ഭാഗവതം നമുക്ക് പറഞ്ഞു തരണു. ഭാഗവതം കേട്ട ഓരോരുത്തരും ഓരോ മാതാവും ഈ സുനീതി മാതാവിനെ പോലെ ആവാൻ ശ്രമിക്കണം. സുനീതി ദേവി ചെയ്തത് ഒന്നു മാത്രമേ ഉള്ളൂ. തന്റെ പുത്രന് ധ്രുവന് ഭഗവാന്റെ മഹിമകളെ പറഞ്ഞുകൊടുത്തു. ഭഗവാന്റെ നാമം ജപിക്കൂ ഉണ്ണി എന്നിങ്ങനെ നാമം ജപിക്കാൻ പ്രേരിപ്പിച്ചു. ആ ഭഗവാന്റെ അടുത്തേക്ക് തന്റെ പുത്രനെ തിരിച്ചുവിട്ടു. അത് മാത്രമേ ആ അമ്മ സുനീതി ചെയ്തിട്ടുള്ളൂ. അത് മതിയെന്ന് പറയണം. വേറൊരു തപസ്സും ഇവിടെ സ്ത്രീകൾ ചെയ്യേണ്ടതായിട്ടില്ല. തന്റെ കുട്ടികളെ ഈശ്വര പാതാരവിന്ദത്തിലേക്ക് തിരിച്ചുവിടുക, അതാണ് ഇവിടെ ഏതൊരു സ്ത്രീയും ചെയ്യേണ്ടത് എന്നത് ആ ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഉത്താനപാദ മഹാരാജാവിന്റെ രണ്ട് പത്നിമാര് സുരുചി, സുനീതി, അവരിൽ രണ്ടുപേരിലും ഓരോ പുത്രന്മാരുണ്ടായിട്ടുണ്ട്. സുരുചി പുത്രനാണ് ഉത്തമൻ, സുനീതി പുത്രനാണ് ധ്രുവൻ. മഹാരാജാവിന് സുനീതിയേക്കാൾ കൂടുതൽ ആകർഷണം തോന്നിയത് സുരുചിയുടെ
ആ ശരീരത്തോടായിരുന്നു. പേര് പോലെ തന്നെയായിരുന്നു അവളുടെ സ്വഭാവവും. സുരുചി, രുചി എന്ന് പറഞ്ഞാൽ അത് നാവിന്റെ ധർമ്മമാണല്ലോ. പുറമേക്കുള്ള ആ സുരുചിയുടെ ഹാവഭാവങ്ങളില് അദ്ദേഹം മയങ്ങി സ്ത്രീജിതനായി എന്നർത്ഥം. താൻ ആദ്യം വിവാഹം കഴിച്ച സുനീതിയെ അദ്ദേഹം ഇപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യണില്ല. സുനീതിയുടെ പുത്രനായ തന്റെ പുത്രനെ, ആ ധ്രുവനെ അദ്ദേഹം ഒന്ന് വാത്സല്യിക്കാനോ ലാളിക്കാനോ സമയം കണ്ടില്ല. അതിന് കാരണം അദ്ദേഹത്തിന്റെ സുരുചിയിലുള്ള ആ ആസക്തിയായിരുന്നു. ഭാര്യയിലുള്ള ആസക്തി കാരണം സ്വന്തം പുത്രനെ തന്നെ അദ്ദേഹം വകവെച്ചില്ല എന്നർത്ഥം. ഇവിടെ കഥ പറയണ അവസരത്തില് ധ്രുവനും ഉത്തമനും ചെറിയ കുട്ടികളാണ്. 4-5 വയസ്സേ അവർക്ക് പ്രായമായിട്ടുള്ളൂ. സുരുചിയും സുനീതിയും തമ്മിലുള്ള ആ സപത്നീയ മത്സരമൊന്നും ഈ കുട്ടികളെ ബാധിച്ചിട്ടില്ല. കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും അവരെ ബാധിക്കണതായിട്ട് നമുക്ക് തോന്നില്ല. വലിയ ആൾക്കാരിലാണ്, വലുതാവും തോറുമാണ് ഈ വക അസൂയാദി മത്സര്യാദി രോഗങ്ങള് മനസ്സിനെ നമ്മളെ ബാധിക്കുക. 5 വയസ്സ് മാത്രം പ്രായമായ ആ ഉത്തമനെയോ ധ്രുവനെയോ യാതൊരു വിധത്തിലുള്ള മത മത്സര്യാദി മനോമാലിന്യങ്ങളും ബാധിച്ചിട്ടില്ല. ഒരിക്കൽ ഉത്തമൻ ധ്രുവനോടുകൂടി കളിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്കാണ് അത്ര ഓടിച്ചെന്ന് മഹാരാജാവിന്റെ ഉത്താനപാദന്റെ മടിയിൽ കയറിയിരുന്നു. രാജകുമാരനാണല്ലോ താൻ. അങ്ങനെ അച്ഛന്റെ മടിയില് കയറിയിരുന്നു. ഉത്താനപാദൻ ഉത്തമനെ തലോടിക്കൊണ്ട് വാത്സല്യിച്ചുകൊണ്ടിരിക്കണു. ഈ രംഗം കണ്ടപ്പോഴാണ് ധ്രുവനും തോന്നി, താനും ഈ മഹാരാജാവിന്റെ തന്നെ പുത്രനല്ലേ, തനിക്കും ഒന്ന് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കണം എന്നുള്ള ആ മോഹവുമായിട്ട് ഓടിച്ചെന്നു എന്നാണ്. ധ്രുവകുമാരന്റെ ആ ഓടി വരവ് കണ്ടപ്പോ ഉത്താനപാദന് നല്ല മോഹമുണ്ട്. ഒന്നെടുക്കണം, ഒന്ന് വാത്സല്യിക്കണം, മടിയിൽ വെക്കണം, ഒന്നാ നെറുകയിൽ ചുംബിക്കണം എന്നൊക്കെ മോഹമുണ്ട്. പക്ഷെ തൊട്ടടുത്തിരിക്കണ തന്റെ പത്നിയെ സുരുചിയെ ഓർത്തപ്പോ ഉത്താനപാദ മഹാരാജാവിന് ധ്രുവനെ ഒന്ന് വാരിയെടുക്കാനോ വാത്സല്യിക്കാനോ തോന്നിയില്ല. സുരുചിയെ പേടിച്ചിട്ട് അർത്ഥം. എന്നാ ധ്രുവന് തോന്നി, തന്റെ അച്ഛനല്ലേ, ഉത്തമനെ പോലെ തന്നെയല്ലേ തനിക്കുള്ള സ്ഥാനം, ഒന്ന് ഓടിച്ചെന്ന് മടിയിൽ കയറിയിരിക്കാം എന്നുള്ള നിലയ്ക്കാണ് അച്ഛന്റെ അടുത്തേക്ക് ഇതാ ഓടി വന്ന മടിയിൽ അങ്ങോട്ട് കയറിയിരിക്കാൻ വേണ്ടി നോക്കിയപ്പോഴല്ലേ ആ സുരുചി അവിടുന്ന് അങ്ങോട്ട് കണ്ണുരുട്ടി മിഴിച്ച് ധ്രുവന്റെ നേരെ തിരിഞ്ഞു എന്നാണ്. എവിടേക്കാ നീ കയറി വരണത്? അങ്ങനെ കണ്ട പിള്ളേർക്കൊക്കെ കയറിയിരിക്കാനുള്ളതാണോ ഈ മഹാരാജാവിന്റെ മടിത്തട്ട്? എല്ലാവർക്കൊന്നും ഈ മഹാരാജാവിന്റെ സിംഹാസനത്തിലോ അല്ലെങ്കിൽ മഹാരാജാവിന്റെ മടിത്തട്ടിലോ കയറിയിരിക്കാൻ സാധിക്കില്ല. എന്ന വത്സ നൃപതേർധിഷ്ണ്യം ഭവാൻ ആരോഢുമരിഹതി ന ഗൃഹീതോ മയായത്വം കുക്ഷാവപി നൃപാത്മജഃ. വത്സ എന്നെന്നെയാണ് ആ സുരുചി ചെറിയമ്മ വിളിച്ചത്. വാക്കിൽ വാത്സല്യൊക്കെ ഉണ്ടായിരുന്നു ചാലും ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള വാത്സല്യവും ആ സുരുചിക്ക് ധ്രുവനോട് തോന്നിയിട്ടില്ല. ഈ നൃപതേഹ രാജാവിന്റെ മടിയിൽ കയറിയിരിക്കാൻ നിനക്ക് സാധിക്കില്ല. കാരണം നീ രാജകുമാരനാണ്, അതുകൊണ്ട് മാത്രമായില്ല. ബാലോസിവത ആത്മാനം അന്യസ്ത്രീ ഗർഭസംഭൃതം. നീ അന്യസ്ത്രീയുടെ പുത്രനാണ്. എന്റെ പുത്രന് മാത്രമേ ഈ മഹാരാജാവിന്റെ മടിത്തട്ടിൽ കയറിയിരിക്കാനുള്ള അവകാശമുള്ളൂ. അതുകൊണ്ട് നീ കേറാൻ ഒരുമ്പെടണ്ട, നിന്നെ അതിന് ഞാൻ സമ്മതിക്കില്ല എന്നുള്ള നിലയ്ക്കാണ് ധ്രുവന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് സുരുചി ചെറിയമ്മയുടെ ആ വാക്കുകള്. ചെറിയമ്മ ചീത്ത പറഞ്ഞപ്പോ ധ്രുവനത് വിഷമായി. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ധ്രുവനെ വിഷമിപ്പിച്ചത് തന്റെ അച്ഛൻ ഉത്താനപാദ മഹാരാജാവ് ഇത്രയൊക്കെ സുരുചി തന്നോട് ദുർവാക്കുകൾ പറയണ കേട്ടിട്ടും തന്റെ അച്ഛൻ തന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ ഒന്ന് വാരിയെടുക്കാനോ ഒന്ന് സമാധാനിപ്പിക്കാനോ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള ആ ഉത്താനപാദന്റെ മൗനമായിരുന്നു ധ്രുവനെ കൂടുതൽ വിഷമിപ്പിച്ചത്.
അങ്ങനെ വിഷമിച്ച് കരയാൻ തുടങ്ങിയപ്പോഴാണ് അത്ര സുരുചി പറയണത്, കരയൊന്നും വേണ്ട, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കരഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് വാരിയെടുത്ത് മടിയിൽ വെക്കും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കുട്ടികൾ അങ്ങനെയല്ലേ, അവർക്ക് രോദനമാണ് ഏകബലം. അങ്ങനെ രോദനം ചെയ്തത് കൊണ്ടൊന്നും നിന്നെ വാരിയെടുത്ത് മടിയിൽ വെക്കുമെന്നൊന്നും കരുതണ്ട, നിനക്കതിന് അവകാശമില്ല. ഇനി നിനക്കങ്ങനെ ഈ രാജാവിന് മടിത്തട്ടിൽ കയറിയിരിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ അതിനൊരു വഴി ഞാൻ പറഞ്ഞു തരാം. തപസാ ആരാധ്യ പുരുഷം തസ്യൈവാനുഗ്രഹേണമേ ഗർഭേ ത്വം സാധയാത്മാനം യദീച്ഛസി നൃപാസനം. തപസാ ആരാധ്യ പുരുഷം, തപസ്സുകൊണ്ട് പുരുഷനെ, പുരുഷോത്തമനെ ആരാധിക്കണം. തസ്യേവ അനുഗ്രഹേണ, അവന്റെ തന്നെ, ആ ഭഗവാന്റെ തന്നെ, ആ പുരുഷോത്തമന്റെ തന്നെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം. ഇത്രയും പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ ആരൊക്കെ നേടിയിട്ടുണ്ടോ, എന്തൊക്കെ കഴിവുകൾ ഇവിടെ ആർക്കൊക്കെ ഉണ്ടോ, ആ കഴിവുകളിലൊക്കെ പിന്നിൽ ഈ ഒരു തപസ് തന്നെയാണ്, ആ പുരുഷോത്തമന്റെ അനുഗ്രഹം തന്നെയാണ്. സുരുചി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ പിന്നെ പറഞ്ഞ വാക്കുകളാണ് മേ ഗർഭേ, എന്റെ ഗർഭത്തില് നിനക്ക് ജനിക്കണമെങ്കിൽ ആ ഭഗവാനെ തപസ് ചെയ്യണം എന്നർത്ഥം. ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോ എന്താ വരം വേണ്ട ഉണ്ണി എന്ന് ചോദിക്കുമ്പോ പറയണം, എനിക്ക് സുരുചി ചെറിയമ്മയുടെ പുത്രനായിട്ടൊന്ന് ജനിക്കണമെന്ന് മോഹമുണ്ട്. ഈ സുരുചി ചെറിയമ്മയുടെ പുത്രനായിട്ട് ജനിക്കണച്ചാൽ ഈ പുരുഷോത്തമനെ തപസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനാണോ പുരുഷോത്തമനെ തപസ് ചെയ്യേണ്ടത്? ഗർഭവാസത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ, ജന്മമരണ പ്രവാഹ രൂപത്തിലുള്ള ഈ സംസാരത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ സത്യത്തിൽ ഓരോരുത്തരും ആ ഭഗവാനെ ഭജിക്കേണ്ടത്? അതല്ല സുരുചി ഇവിടെ പറഞ്ഞു കൊടുത്തത്. തന്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാൻ, തന്റെ പുത്രനായിട്ട് ജനിക്കാൻ ആ ഭഗവാന്റെ അനുഗ്രഹം വേണം, ഭഗവാനെ തപസ് ചെയ്യണം. ഇത് കേട്ടപ്പോഴാണ് അത്ര ധ്രുവന് സങ്കടം സഹിച്ചില്ല. അവിടുന്ന് കരഞ്ഞുകൊണ്ടിതാ ഓടണു അമ്മയുടെ അടുത്തേക്ക്. അകലേന്ന് ഓടി വരണ ധ്രുവനെ കണ്ടപ്പോ വാരിയെടുത്തു. അപ്പോഴേക്കും ദാസിമാരൊക്കെ വന്ന് സുനീതിയോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരിക്കണു. സുരുചി ചെറിയമ്മ ചീത്ത പറഞ്ഞിരിക്കുകയാണ്. വാരിയെടുത്ത് തലയിലൊക്കെ തലോടി ചുംബിച്ച് ആ മാതാവ് ധ്രുവനെ സമാധാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആ ധ്രുവന്റെ ഒരു അവസ്ഥ? ദണ്ഡഹതോ യഥാഹിഹി, അഹി എന്ന് വെച്ചാൽ പാമ്പ്, അടിയേറ്റ പാമ്പിനെ പോലെയായിരുന്നു ധ്രുവന്റെ അപ്പളത്തൊരു അവസ്ഥ. ആ പ്രതികാര അഗ്നി ഉള്ളിൽ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ ചീത്ത പറഞ്ഞ സുരുചി ചെറിയമ്മയോട് എന്തെന്നില്ലാത്ത പക, ആ പകാഗ്നി, ആ പ്രതികാരാഗ്നി അങ്ങനെ ഉള്ളിൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ധ്രുവന്റെ ഉള്ളിൽ എന്ന് തിരിച്ചറിഞ്ഞു സുനീതി. ആ അഗ്നിയെ, ആ പ്രതികാരാഗ്നിയെ ഇപ്പൊ തന്നെ കെടുത്തണം എന്ന് ആ സുനീതി മാതാവ് തിരിച്ചറിഞ്ഞു. അതിനെ ഇപ്പൊ തന്നെ കെടുത്തിയില്ലെങ്കിൽ അത് ഇനിയും വളരും, ഇനിയും പലരോടും പകകളായിട്ട് പരിണയിക്കാൻ അത് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പകയെ ഇപ്പോൾ തന്നെ ഇല്ലാതെയാക്കണം എന്നുള്ള നിലയ്ക്കാണ് സുനീതി ധ്രുവനോട് പറയണ. സുരുചി ചെറിയമ്മ പറഞ്ഞത് വളരെ ശരിയാണ് കേട്ടോ ഉണ്ണി, നിന്റെ കുറ്റല്ല, നീ രാജകുമാരൻ തന്നെയാണ്, എന്റെ കുറ്റാണ്. എന്റെ പുത്രനായിട്ടല്ലേ നീ ജനിച്ചത്, അതുകൊണ്ടല്ലേ നിനക്ക് രാജാവിന്റെ മടിത്തട്ടിയില് കയറിയിരിക്കാൻ സാധിക്കാതിരുന്നത്. എല്ലാം അമ്മയുടെ കുറ്റാണ് കേട്ടോ. സുരുചി ചെറിയമ്മയുടെ നിനക്കൊരു വിഷമവും ദേഷ്യവും തോന്നരുത് കേട്ടോ. ചെറിയമ്മ പറഞ്ഞത് എന്താ? ഭഗവാനെ തപസ് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്? ഭഗവാനെ ആരാധിക്കണം. ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാലേ ഇവിടെ എന്തും സാധിക്കുള്ളൂ. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യാൻ ശക്തനായത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ബ്രഹ്മപുത്രനായ സ്വയംഭൂമനു, ഉണ്ണിയുടെ മുത്തച്ഛനായ ആ മനു സർവവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഇഹത്തിലും പരത്തിലുള്ള സർവ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ യോഗ്യനായി തീർന്നത് ആ പരമാത്മാവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ആ പരമാത്മാവിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ സംശയിക്കേണ്ട, ഉണ്ണിക്കും
എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും. മാമംഗളം താത പരേഷു മംസ്ഥ ഭുങ്ക്തേ ജനോയൽ പരദുഃഖതസ്ഥൽ സത്യം സുരുച്യാഭിഹിതം ഭവാൻ മേ യദ്ദുർഭഗായ ഉദരേ ഗൃഹീത സ്തന്യേന വൃദ്ധശ്ച വിലജ്ജതേയാം ഭാര്യേതി വാവോഢുമിടസ്പതിർമാം ആദിഷ്ഠതത്താത വിമത്സരസ്ത്വമുക്തം സമാത്രാപിയദവ്യളീകം ആരാധയ അധോക്ഷജപാദപൽപം യദീച്ഛസേധ്യാസനമുത്തമോ യഥാ. ആരാധയ, ആരാധിച്ചാലും അധോക്ഷജ പാദപൽപം, അധോക്ഷജന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചോളൂട്ടോ ഉണ്ണി. ആ ഭഗവാനെ, പുരുഷോത്തമനെ, അധോക്ഷനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇവിടെ എവിടെയും എത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ അസാധ്യമായിട്ട് മറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആരാധിച്ചോളൂ. മാമംഗളം താത പരേഷു മംസ്ഥാ ഭുങ്ക്തേ ജനോയൽ പരദുഃഖതസ്ഥൽ. അന്യരിൽ ദോഷം കാണരുത് കേട്ടോ ഉണ്ണി. ഇവിടെ നമുക്ക് വരുന്ന സുഖ ദുഃഖങ്ങളൊക്കെ നമ്മുടെ തന്നെ പൂർവ്വജന്മാർജിതമായ കർമ്മത്തിന്റെ ഫലമാണ് എന്ന് തിരിച്ചറിയൂ ഉണ്ണി. പെട്ടെന്നൊരു പക്ഷേ നമുക്ക് തോന്നും, ദുഃഖം വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ അന്യനാണല്ലോ നമ്മുടെ ദുഃഖത്തിന് കാരണം. അല്ല എന്ന് പറയണ, നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും അല്ല സുഖങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ പൂർവ്വജന്മാർജിതമായ കർമ്മങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അന്യരോടുള്ള വിദ്വേഷാദികളെ ഉപേക്ഷിക്കണം. സർവത്ര ആ ഈശ്വര ചൈതന്യമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരിലും ആ ഈശ്വരൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എവിടെയാണ്, ആരോടാണ് ഒരാൾക്ക് പകണ്ടാവുക? ക്രോധം നിമിത്തം ആരും ശപിക്കരുതെന്ന് പറയണം. കാരണം എല്ലാം ഈശ്വരനാണ് എന്ന് തിരിച്ചറിയണം. സുനീതിയുടെ ആ ഉപദേശങ്ങള് ധ്രുവന്റെ ഉള്ളിൽ തട്ടി. സുരുചി ചെറിയമ്മ തന്നെ ചീത്ത പറഞ്ഞപ്പോ സുരുചിയോട് കുറച്ചൊക്കെ ഒരു പക ഉള്ളില് തോന്നിയർന്നു വെച്ചാൽ ഇപ്പൊ ഇതാ അമ്മയുടെ സുനീതിയുടെ ആ സാന്ത്വന വാക്കുകൾ കേട്ടപ്പോ സുരുചിയോടുള്ള വിദ്വേഷം തീർന്നു എന്ന് മാത്രല്ല, ആ ഭഗവാനെ ആരാധിക്കണം, ഭഗവാന്റെ അനുഗ്രഹം മേടിക്കണം എന്നുള്ള ആ ഒരു മോഹവും ഉടലെടുത്തു എന്നാണ്. ആരാധയ അധോക്ഷജപാദപൽപം യദീച്ഛസേധ്യാസനമുത്തമോ യഥാ. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭി മൃഗ്യപദാബ്ജപദ്ധതിം. തമേവ വത്സാശ്രയ, അവനെ തന്നെ, ആ പുരുഷോത്തമനെ തന്നെ ആശ്രയിച്ചോളൂ ഉണ്ണി എന്നിങ്ങനെ സുനീതി പറഞ്ഞു കൊടുത്തപ്പോഴാണ് ധ്രുവനിത ഉടനെ തീരുമാനിച്ചു. ക്ഷത്രിയ കുമാരനാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിന് അത്ര പെട്ടെന്നൊന്നും ഇളകുന്നവനല്ല. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടെ താൻ ഇനി മറ്റെന്തിലും ഏർപ്പെടുവോ എന്നുള്ള നിലയ്ക്കൊരു തീരുമാനമെടുത്തിട്ട് അമ്മയെ പ്രദക്ഷിണം വെച്ച് വീണ് നമസ്കരിക്കുകയാണ്. സുനീതി അനുഗ്രഹിച്ചു, ഒപ്പം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ ഈ ഉണ്ണിയെ അനുഗ്രഹിക്കണേ, രക്ഷിക്കണേ, അവിടുന്ന് മാത്രമേ നാഥനായിട്ടുള്ളൂ കേട്ടോ, അവിടുന്ന് സദാ ഈ ഉണ്ണിയോടൊപ്പം ഉണ്ടാവണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചതാ. അനുഗ്രഹിക്കണു സുനീതി ധ്രുവനെ. അമ്മയുടെ അനുഗ്രഹം കിട്ടിയപ്പോ ഇനിയിപ്പോ തനിക്ക് എന്താ അവിടെ കിട്ടാനുള്ളത്? ഒരാളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടേണ്ടത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. അമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ ഈ ലോകത്തില് ആരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടായിട്ടും യാതൊരു കാര്യമില്ല. പിറന്നു വീണ ഓരോരുത്തരുടെയും ആദ്യത്തെ ഗുരു മാതാവ് തന്നെയാണ്. ആ മാതാവിനോടുള്ള കടപ്പാട് ഇവിടെ ഒരാൾക്കും ഒരിക്കലും അവസാനിക്കാത്തതാണ് എന്ന് ജഗദ്ഗുരു ആദി ശങ്കരാചാര്യ സ്വാമികൾ പോലും പറഞ്ഞത് നമുക്കൊക്കെ അറിയാലോ. ആ മാതൃത്വം, ആ മാതൃ സ്നേഹത്തിന്റെ ഫലമായിട്ട് തന്നെയാണിതാ ധ്രുവന് ധ്രുവപദത്തില്, ധ്രുവലോകത്തില് എത്തിച്ചേരാൻ ഇനി സാധിക്കണതും. ആ മാതാവിനെ വീണ് നമസ്കരിച്ചു, ദാ പുറപ്പെട്ടു. പുറത്തേക്ക് ഇറങ്ങി കുറച്ചങ്ങ് നടന്നേ ഉള്ളൂ. അപ്പളയ്ക്കൂതാ
ഭഗവാനെ ആരാധിക്കാൻ ആരെങ്കിലും മോഹിച്ച് എല്ലാം വിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സംശയിക്കണ്ട കേട്ടോ, നമ്മുടെ ആ ഈശ്വരനെ ആരാധിക്കണമെന്നുള്ള മോഹം അത് ആത്മാർത്ഥമായിട്ടുള്ളതാണോ എങ്കിൽ സംശയിക്കണ്ട കേട്ടോ, അവരുടെ മുമ്പിൽ ഗുരുനാഥൻ വരെ. ആ ധ്രുവന്റെ ആത്മാർത്ഥമായ ഭഗവാനെ ആരാധിക്കണമെന്നുള്ള ആ മോഹത്തിന്റെ ഫലമായിട്ടതാ നാരദ മഹർഷി അവിടെ എത്തിച്ചേരുന്നു. നാരദ മഹർഷിക്ക് ഭഗവാന്റെ സന്ദേശം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഓടി വരുന്നു നാരദൻ. 5 വയസ്സായ ആ ധ്രുവകുമാരനെ കണ്ടപ്പോ നാരദൻ ആദ്യം ഒന്ന് പരീക്ഷിച്ചാലോ തോന്നിയിത്ര. ഈ ഉണ്ണിപ്പോ അച്ഛന്റെ മടിയിൽ കയറിയിരിക്കാൻ പറ്റാതെ വിഷമിച്ച് തപസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എത്രത്തോളുണ്ട് ഈ ക്ഷത്രിയന്റെ ആ ദൃഢത എന്നൊന്നറിയണം എന്നുള്ള നിലയ്ക്കാണ്, അല്ലെങ്കിൽ അത് ലോകർക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ള നിലയ്ക്കാണ് നാരദ മഹർഷി ധ്രുവനോട് തടഞ്ഞു നിർത്തിയിട്ട് എവിടേക്കാ ഉണ്ണി പോണത് എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ധ്രുവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നാരദ മഹർഷി പറഞ്ഞു, ഇത്ര ഇതിനിപ്പോ തപസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിനിപ്പോ ഭഗവാന്റെ അനുഗ്രഹമൊന്നും വേണ്ട. ഇതിന് ഞാൻ പറഞ്ഞ രാജാവ് ഉണ്ണിയെ മടിയിൽ കയറ്റിയിരുത്തും, ഇങ്ങോട്ട് വരൂ എന്നും പറഞ്ഞ് വാരി എടുക്കാൻ നോക്കി ഇത്ര നാരദൻ. കാരണം അത്രയും ധ്രുവൻ പ്രായമായിട്ടുള്ളൂ, 4-5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഞാനെടുത്ത കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവാട്ടോ എന്നൊക്കെ പറഞ്ഞ് എടുക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോ ധ്രുവൻ പറഞ്ഞു, ഇത്രേ നാരദ മഹർഷേ, അങ്ങനെ എടുത്ത് തിരിച്ചു കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു വേണ്ട. എനിക്കിപ്പോ കൊട്ടാരത്തിൽ പോയി സിംഹാസനത്തിൽ കയറിയിരിക്കണമെന്നോ ഉത്തമന്റെ കൂടെ രാജാവിന്റെ മടിയിൽ കയറിയിരിക്കണമെന്നോ ഒന്നുമല്ല മോഹം. എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ആരാധയ അധോക്ഷജ പാദവൽപ്പം, ആ അധോക്ഷജന്റെ പാദവൽപ്പങ്ങളെ ആരാധിക്കൂ ഉണ്ണി. തമേവ വത്സാശ്രയ ഭൃത്യവത്സലം മുമുക്ഷുഭി മൃഗ്യപദാബ്ജബദ്ധതിം. ഭൃത്യവത്സലനെ, ഭക്തവത്സലനായ ആ ഭഗവാനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് എന്റെ അമ്മ പറഞ്ഞു. ആ ഭഗവാനെ ആരാധിക്കാനാണ് ഞാൻ പോകുന്നത്. പദം ത്രിഭുവനോത്കൃഷ്ടം, ഈ ത്രിഭുവനങ്ങളിലും വെച്ച് ഉത്കൃഷ്ടമായ ഇന്നേവരെ ആരും എത്തിച്ചേരാത്ത ആ ഒരു ഉന്നത പദവിയില് എനിക്ക് എത്തിച്ചേരണം. അതാണ് എന്റെ ഇപ്പോഴത്തെ മോഹം. എന്റെ മുത്തച്ഛനോ എന്റെ അച്ഛനോ ബ്രഹ്മാവോ മറ്റ് ദേവന്മാരോ ഒന്നും എത്തിച്ചേരാത്ത ഒരു ഉത്കൃഷ്ട പദവിയിലേക്ക് എനിക്ക് ഉയരണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനാണ് ഞാൻ പോകണത്. നാരദ മഹർഷേ, അങ്ങ് എന്നെ അനുഗ്രഹിക്കില്ലേ? ആ ധ്രുവന്റെ ദൃഢത കണ്ടപ്പോ നാരദ മഹർഷിത തന്റെ 2 കൈകളും ആ ഉണ്ണിയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. ആ ഉണ്ണിയെ മുമ്പിൽ അങ്ങനെ പിടിച്ചിരുത്തി. ഒന്നും അറിയില്ല ഉണ്ണിക്ക്, ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട പ്രായാണ്. ആ ഉണ്ണിയോട് നീണ്ടു നിവർന്നിരിക്കാൻ പറഞ്ഞു. കണ്ണടച്ചിരുന്നോളൂ, ഞാൻ പറയുന്ന ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ ഉള്ളിലങ്ങനെ ധ്യാനിച്ചോളൂ. തന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ സദാ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ പ്രസന്നമായ മുഖാരവിന്ദം, കാരുണ്യ കടാക്ഷം, സുന്ദരമായ നാസിക, ഭംഗിയുള്ള കവിൾത്തടങ്ങള്, യൗവന ആരംഭം, ചുവന്ന ചുണ്ടുകള്, സർവാംഗ സുന്ദരങ്ങളായ അവയവങ്ങളോടുകൂടിയ ആരൊക്കെയാണോ നമസ്കരിക്കുന്നത് അവരുടെ സർവ വിഷമങ്ങളെയും തീർക്കുന്ന ആ ഭഗവാന്റെ ദിവ്യരൂപം, ശ്രീവത്സം എന്ന മറുകോടുകൂടി നീലമേഘ ശ്യാമള വർണ്ണങ്ങളോടുകൂടി വനമാല ധരിച്ച് ശംഖചക്ര ഗദാവൽപ്പങ്ങൾ ധരിച്ച് 4 തൃക്കൈകളോടുകൂടിയ ആ ഭഗവാന്റെ ദിവ്യരൂപം, കിരീടകുണ്ടലങ്ങള്, തോൾവളകള്, വളകള് എന്നീ ആഭരണങ്ങള് ധരിച്ച, കഴുത്തില് കൗസ്തുഭരത്നം ധരിച്ച മഞ്ഞപ്പട്ടുടുത്ത്, അതിനുമേലെ അരഞ്ഞാണണിഞ്ഞ്
സ്വർണത്തളകൾ ധരിച്ച, പാദപത്മങ്ങളോടുകൂടിയ, എത്ര കണ്ടാലും മതിവരാത്ത സൗന്ദര്യത്തോടുകൂടിയ ആ ഭഗവാന്റെ ദിവ്യ പാദാരവിന്ദങ്ങളെ, രത്നങ്ങളെ പോലെ ശോഭിക്കുന്ന നഖങ്ങളോടുകൂടിയ പാദാരവിന്ദങ്ങൾ കൊണ്ട് ഭക്തന്മാരുടെ ഹൃദയത്തിലേക്ക് ഓടിവന്ന് ദർശനം നൽകുന്ന ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ നമ്മളെ നോക്കി പുഞ്ചിരിക്കുകയാണോ എന്ന് തോന്നും. ഭഗവാന്റെ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ പോലും, ഏതൊരു ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കിയാൽ പോലും ഓരോരുത്തർക്കും തോന്നുകയും എന്നോടാണോ ചിരിക്കുന്നത്, എന്നെയാണോ നോക്കണത്? ഇങ്ങനെ ഇങ്ങട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങട് എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്ന ആ ഭഗവാന്റെ മുഖാരവിന്ദം, ആ ഭഗവാന്റെ പുഞ്ചിരിയെ ധ്യാനിച്ചോളൂ എന്നിങ്ങനെ ഭഗവാന്റെ ആ ദിവ്യരൂപത്തെ നാരദ മഹർഷി അവിടെ ധ്രുവന് പറഞ്ഞു കൊടുക്കുകയാണ്. നാരദ മഹർഷിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഒരുപക്ഷെ ഓർമ്മ വന്നിട്ടുണ്ടാവും, പണ്ട് തനിക്കും ഇതുപോലെ ഒരവസ്ഥ ഉണ്ടായിരുന്നു. പൂർവജന്മത്തില് ശൂദ്രബാലനായിട്ടുള്ള ആ കാലഘട്ടത്തില് സജ്ജനങ്ങളുടെ, സന്യാസിമാരുടെ ആ ഒരു സാമീപ്യം കൊണ്ട്, ആ സജ്ജനങ്ങളുടെ മുഖാരവിന്ദത്തുനിന്ന് ഒഴുകുന്ന ഭഗവാന്റെ അമൃത കഥകളെ കേൾക്കാൻ തനിക്ക് സാധിച്ചതൊക്കെ ഒരുപക്ഷെ നാരദൻ ഈ ധ്രുവനെ കണ്ടപ്പോ ഓർത്തിട്ടുണ്ടാവും. അന്ന് തനിക്കും 4-5 വയസ്സേ പ്രായമായിട്ടുള്ളൂ. ഒന്നും അറിയാത്ത, ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട പ്രായമായിട്ടുള്ള ഒരു ഉണ്ണിയായിരുന്നു അന്ന് താനും. ഇതുപോലെ തന്നെയായിരുന്നു അന്ന് താനും. അന്ന് തന്നെ അനുഗ്രഹിച്ചത് ആ സജ്ജനങ്ങളല്ലേ, ആ സന്യാസിമാരല്ലേ, അവരുടെ ആ സാമീപ്യം കൊണ്ടല്ലേ ഭഗവാന്റെ മഹിമ തനിക്ക് അന്ന് മനസ്സിലായത്. അങ്ങനെ ഭഗവാന്റെ മഹിമ മനസ്സിലായപ്പോഴല്ലേ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടത്. അങ്ങനെ ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ടല്ലേ ഇന്നിപ്പോ തനിക്ക് ബ്രഹ്മപുത്രനായിട്ടതാ ഈ വീണയും പിടിച്ചുകൊണ്ട് ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള ഈ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നത് ആ പൂർവജന്മത്തിലെ ഭക്തന്മാരുടെ, സജ്ജനങ്ങളുടെ, സന്യാസിമാരുടെ അനുഗ്രഹം കൊണ്ടല്ലേ എന്നൊക്കെ ഒരുപക്ഷെ അല്ല, തീർച്ചയായും നാരദന് ഓർമ്മ വന്നിട്ടുണ്ടാവണം. ധ്രുവനെ ഇതാ നാരദ മഹർഷി അനുഗ്രഹിച്ചു. ഭഗവാന്റെ ദിവ്യരൂപത്തെ അങ്ങനെ വർണ്ണിച്ചു കൊടുത്തപ്പോ ആ വർണ്ണനയിലൂടെ, ആ നാരദന്റെ സാമീപ്യം കൊണ്ട്, നാരദ മഹർഷിയുടെ ആ വാക്കുകളിലൂടെ ഭഗവാൻ ഇതാ ധ്രുവന്റെ ഉള്ളിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുത്താലും അത് അവരുടെ ഉള്ളിൽ കയറും. നമ്മുടെ ഉള്ളിൽ എന്താ ഭഗവാന്റെ രൂപത്തെ പറഞ്ഞു തന്നിട്ടും ഉള്ളിലേക്ക് കയറാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉള്ളിൽ സ്ഥലം വേണ്ടേ? ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്കും കയറി വരാൻ തയ്യാറാണ്. പക്ഷെ ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിലല്ലേ ഭഗവാൻ വരുള്ളൂ. നമ്മുടെ ഉള്ളിൽ സ്ഥലമില്ല. കാരണം ഭഗവാനല്ലാത്ത പലതിനെയും നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് ഭഗവാൻ കയറി വരാത്തത്. സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ, ആ ഉണ്ണിക്കണ്ണൻ ഓടി വരികയും ധ്രുവന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്നു. ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ ഉള്ളിലങ്ങനെ കാണാൻ സാധിച്ചപ്പോ ധ്രുവനിത നാരദ മഹർഷി മന്ത്രവും ഉപദേശിച്ചു കൊടുത്തു. ദ്വാദശാക്ഷരി മന്ത്രം, 12 അക്ഷരങ്ങളുള്ള മന്ത്രം, മഹാവിഷ്ണുവിന്റെ മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ആ മന്ത്രം അങ്ങനെ ഉപദേശിച്ചപ്പോ ധ്രുവൻ ആ മന്ത്രത്തെ ഏറ്റു ജപിച്ചു. ആ മന്ത്രത്തെ ഉള്ളിലങ്ങനെ ജപിച്ചുകൊണ്ടതാ ഭഗവാന്റെ ദിവ്യരൂപത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട് മറ്റെല്ലാറ്റിനെയും ധ്രുവൻ മറന്നു. നാരദ മഹർഷി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ധ്രുവ, ഇനി ഉണ്ണി മധുവനത്തിലേക്ക് പോയിക്കോളൂ. അവിടെ ചെന്ന് ഭഗവാനെ തപസ് ചെയ്തോളൂ. ഭഗവാൻ എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കട്ടോ. അങ്ങനെ നാരദ മഹർഷി അനുഗ്രഹിച്ചതാ ധ്രുവനെ പറഞ്ഞയക്കുന്നു മധുവനത്തിലേക്ക്. 5 വയസ്സായ ബാലൻ 5 മാസം കൊണ്ടാണിതാ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ പോകുന്നത്. ഭാഗവതത്തിൽ 5 അധ്യായങ്ങളിലാണ് ഈ ധ്രുവന്റെ കഥ പറഞ്ഞിരിക്കുന്നത് എന്നും വളരെ വളരെ പ്രത്യേകത ഉള്ളതാണ്. ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സമയമൊന്നുമല്ല പ്രശ്നം.
നമ്മൾ പലരും ചിലപ്പോൾ വിചാരിക്കും, അയ്യോ പ്രായമായില്ലേ, കുട്ടിക്കാലത്തൊന്നും ഈ വക കാര്യങ്ങളൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ കുറെ പ്രായമായില്ലേ, ശരീരം പറഞ്ഞാൽ കേൾക്കാതെയായി, മനസ്സ് അതിലേറെ പറഞ്ഞാൽ കേൾക്കാതെയായി. ഇങ്ങനെയുള്ള ഈ അവസരത്തിൽ എങ്ങനെയാണ് ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ തിരുനാമത്തെ മനസ്സിരുത്തി ജപിക്കുക? എങ്ങനെ തനിക്ക് ഈ ഒരു അവസാന സമയത്ത് സാധിക്കും എന്നൊന്നും ആരും വിചാരിക്കണ്ടെന്ന് പറയണം. ഇവിടെ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ സമയമൊന്നുമല്ല പ്രശ്നം. ഭാഗവതത്തിലെ ആദ്യത്തിൽ നമ്മൾ കേട്ടില്ലേ, സുഖബ്രഹ്മഋഷി പരീക്ഷത്തിനെ സമാധാനിപ്പിക്കുന്നത്, പരീക്ഷത്തെ അങ്ങ് പേടിക്കണ്ട കേട്ടോ, അങ്ങേക്ക് 7 ദിവസമേ ആയുസുള്ളൂ എന്നങ്ങ് വിചാരിക്കണ്ട, അങ്ങേക്ക് 7 ദിവസം ആയുസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചോളൂ കേട്ടോ. കാരണം 7 ദിവസം ഒന്നും വേണ്ടാന്നാണ്. ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് കുറെ ദൂരത്തേക്കൊന്നും പോവാല്ല. ഹൃദിസ്ഥോപി അതിദൂരസ്ഥനാണ് എന്ന് തോന്നും. ആരൊക്കെ തോന്നുക? ഭഗവാനെ കുറിച്ച് ശരിയായിട്ടുള്ള അറിവില്ലാത്തവർക്ക്. എന്നാ ഭഗവാൻ എവിടെയാണ്? ദൂരെയൊന്നുമല്ല, ഹൃദിസ്ഥനാണ്. ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് ഭഗവാൻ അർജുനോട് മാത്രം പറഞ്ഞതല്ല, നമ്മളോടൊക്കെ പറഞ്ഞതാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അകലല്ല അർത്ഥം. ഇന്ന് നമ്മൾ ഈ കണ്ണുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള പലതുമാണ് കാണുന്നത്. ഈ കണ്ണൊന്നടച്ച് ഉള്ളിലേക്ക് നോക്കൂ. ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാനില്ലല്ലോ, ഇരുട്ടല്ലേ കാണണത്. ഇരുട്ടിനെ കാണുന്നുണ്ടല്ലോ. ഇരുട്ടിനെ ആര് കാണുന്നു? ഒന്നും കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, ഇരുട്ട് കാണുന്നുണ്ട്. ആര് ഇരുട്ട് കാണുന്നു? ഈ കാണുന്നവൻ തന്നെയാണ് ആ ഈശ്വരൻ അർത്ഥം. ഇരുട്ട് തന്നെയാണ്. അതാണ് ശ്രീകോവിലേക്ക് നോക്കുമ്പോ ഇരുട്ടാണ്. അവിടെ വിളക്ക് കത്തിക്കുമ്പോഴാണ് ആ ഇരുട്ടത്തിരിക്കണ ഭഗവാന്റെ ദിവ്യ വിഗ്രഹത്തെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു വിളക്ക് നമ്മള് കത്തിക്കൊന്നും വേണ്ട, അത് കത്തിക്കൊണ്ടിരിക്കണ്ട, അത് കെടാതെ നോക്കിയാ മതി. ആ കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥഹരി നാരായണായ നമഃ. ആ കെടാവിളക്ക് നമ്മൾ ഓരോരുത്തരും കെടാതെ കാത്തു സൂക്ഷിക്കണം. അതിൽ നമ്മള് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ആ തിരി ഇടയ്ക്കൊന്ന് നീട്ടണം, ഇടയ്ക്കാ മഷും തട്ടണം, അല്ലെങ്കിലോ അത് കെടുന്നർത്ഥം. നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ദിവ്യപ്രകാശത്തെ നമ്മൾ തിരിച്ചറിയുക, അത്രയേ വേണ്ടൂ. അതിന് സമയം ഒരു പ്രശ്നമല്ല. ഭാഗവതത്തിൽ എത്രയോ ഭക്തന്മാരുടെ കഥകൾ പറഞ്ഞിരിക്കണു. ജീവിതകാലം മുഴുവൻ ദുഷ്ടനായിട്ട് ജീവിച്ച, ധർമ്മങ്ങളൊന്നും ചെയ്യാതിരുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ കഥ. പുത്രനോടുള്ള അതിലാളന കാരണം സർവധർമ്മത്തെയും ത്യജിച്ച ആ ധൃതരാഷ്ട്ര മഹാരാജാവ് അവസാനം വെറും 5 ദിവസം കൊണ്ട് വിതുരന്റെ അനുഗ്രഹത്തോടുകൂടി ഭഗവത് പാദാരവിന്ദത്തിൽ എത്തിച്ചേർന്ന കഥ. ഇങ്ങനെ എത്രയെത്ര കഥകള്. ഘട്ടുവാങ്ക മഹാരാജാവ് വെറും 2 മുഹൂർത്തം കൊണ്ട് ഭഗവത് പാദാരവിന്ദത്തിൽ എത്തിച്ചേർന്ന കഥ. ഇങ്ങനെ എത്രയോ കഥകള്. അതുകൊണ്ട് നമ്മളാരും എനിക്കിപ്പോ ആരോഗ്യമില്ലല്ലോ, എനിക്ക് പ്രായം കുറയായില്ലോ എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ആ ഭഗവാനെ ആശ്രയിക്കാൻ ആരംഭിച്ചോളൂ. ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ആരംഭിച്ചോളൂ. ആ ഭഗവാൻ മാത്രമേ ആശ്രയമായിട്ട് നമുക്കുള്ളൂ എന്ന് പൂർണ്ണബോധത്തോടുകൂടി ആ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിച്ചോളൂ എന്ന് നാരദൻ ധ്രുവന് പറഞ്ഞു കൊടുത്തുവെച്ചാൽ അത് ധ്രുവന് പറഞ്ഞു കൊടുത്തത് മാത്രമാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. നമ്മൾ ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തന്നതായിട്ട് മനസ്സിലാക്കണം. ആ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രം അത് നമുക്ക് ഓരോരുത്തർക്കും ഉപദേശിച്ചതാണ്. ഭഗവാന്റെ ദിവ്യരൂപത്തെ നമ്മളോടാണിതാ ഉപദേശിച്ചു തന്നിരിക്കുന്നത്. ആ ഭഗവാനെ ഏതെങ്കിലും വിധത്തില് ആരാധിക്കാൻ ആരംഭിച്ചോളൂ. തീർച്ചയായിട്ടും ആ ഭഗവത് ദർശനം നമുക്ക് കിട്ടും. ധ്രുവനിത നാരദൻ അനുഗ്രഹത്തോടുകൂടി മധുവനത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് അതികഠിനമായിട്ട് തപസ് ആരംഭിക്കുകയാണ്. നാരദ മഹർഷിയാണെങ്കിലും അദ്ദേഹം നേരെ ചെന്നൂത്രേ ഉത്താനപാദ മഹാരാജാവിന്റെ അടുത്തേക്ക്. കൊട്ടാരത്തിലാണെങ്കിലോ അവിടെ എല്ലാവർക്കും ഇപ്പോ വിഷമായിരിക്കണം. ഏറ്റവും കൂടുതൽ വിഷമായത് സുരുചി ചെറിയമ്മയ്ക്കാണത്രേ. ധ്രുവൻ കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയി എന്നുള്ള വാർത്ത കേട്ടപ്പോ സുരുചി തേങ്ങി കരയാൻ തുടങ്ങി. ഞാനല്ലേ കാരണം, ഞാൻ ചീത്ത പറഞ്ഞോണ്ടല്ലേ. ഉത്താനപാദ മഹാരാജാവിനും അതെ, എന്റെ ഉണ്ണിയെ ഞാനൊന്ന് എടുത്തില്ലല്ലോ, ഒന്ന് വാത്സല്യിച്ചില്ലല്ലോ, ഒന്ന് സമാധാനിപ്പിച്ചില്ലല്ലോ.
ഞാനാണ് തെറ്റുകാരൻ, സ്ത്രീജിതനായ എന്നെ ഇനി എനിക്ക് ഇതിനെങ്ങനെ പ്രായശ്ചിത്തം ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഉത്താനപാദൻ കൊട്ടാരത്തിൽ കഴിയുമ്പോഴാണ് അത്ര ആ ഉത്താനപാദന്റെ അടുത്തേക്ക് ഇതാ നാരദ മഹർഷി കയറി വരുന്നു. നാരദ മഹർഷി ഉത്താനപാദനെ സമാധാനിപ്പിച്ചു. അങ്ങ് പരിഭ്രമിക്കൊന്നും വേണ്ട. ഉത്താനപാദൻ പറഞ്ഞു അത്രേ, എന്റെ ഉണ്ണി ധ്രുവൻ കാട്ടിലേക്ക് പോയി നാരദ മഹർഷി. അപ്യനാഥം, അവൻ അനാഥനായി. നാരദ മഹർഷി പറഞ്ഞു അത്ര, അങ്ങയുടെ ഉണ്ണി അനാഥനാവ്. അങ്ങ് വിചാരിച്ചു അങ്ങാണ് എല്ലാവരുടെയും നാഥൻ. സ്വന്തം പുത്രനെ പോലും രക്ഷിക്കാൻ അങ്ങക്ക് സാധിച്ചിട്ടില്ല. അങ്ങൊന്നുമല്ല ഇവിടെ രക്ഷിക്കുന്നത്, മറ്റുള്ളവരുടെ നാഥൻ എന്നങ്ങ് തിരിച്ചറിയൂ. ഇവിടെ എല്ലാവരുടെയും നാഥൻ ആ ഭഗവാനാണ്. ധ്രുവൻ അനാഥനല്ല, സനാഥനാണ് എന്ന് തിരിച്ചറിയൂ രാജാവേ. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും നമ്മളിൽ നിന്നും അനാഥരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ വേണ്ടപ്പെട്ടവരൊക്കെ ഉപേക്ഷിച്ചു എന്ന് വരാം, ആരും നമ്മുടെ സഹായത്തിന് വന്നില്ല എന്ന് വരാം. എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ആ ഭഗവാൻ നമ്മളെ ഉപേക്ഷിക്കില്ല. ആ ഭഗവാൻ നമ്മുടെ കൂടെ നാഥനായിട്ട് എപ്പോഴും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ദാ നാരദ മഹർഷി പറയണ, അനാഥനല്ല ധ്രുവൻ, ആ ഭഗവാനാകുന്ന നാഥനോട് കൂടിയിട്ട് ദാ ഇപ്പോ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മധുവനത്തില്. ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ധ്രുവൻ വലിയ താമസമില്ലാതെ തിരിച്ചു വരൂട്ടോ, കാത്തിരുന്നോളൂ. എവിടെയാണ് തപസ് ചെയ്യണത് എന്നൊന്നും പറഞ്ഞില്ല അത്ര. കാരണം ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഈ രാജാവ് ആളെ വിട്ട് അന്വേഷിച്ച് പിടിച്ചു കൊണ്ടുവന്നാലോ എന്നുള്ള നിലയ്ക്ക് അതൊന്നും നാരദ മഹർഷി സൂചിപ്പിച്ചില്ല. സമാധാനായി ഉത്താനപാദ മഹാരാജാവിന് നാരദ മഹർഷി പറഞ്ഞ വാക്കല്ലേ, അതൊരിക്കലും വെറുതെ ആവില്ല. തന്റെ ഉണ്ണി കുറച്ചു കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരൂലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടതാ ഉത്താനപാദൻ സമാധാനമായിട്ടതാ ജീവിക്കണു. സുരുചിയും സുനീതിയും തമ്മിലുള്ള വഴക്കൊക്കെ ഇല്ലാതെയായി. ഇതാണ് ഭഗവാനെ ഒരാൾ ആരാധിക്കാൻ തുടങ്ങിയാലത്തെ ഫലം. ആരെങ്കിലും ഒരു കുടുംബത്തിന്ന് ഭഗവാനെ ആശ്രയിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അയാളെ മാത്രല്ല ഭഗവാൻ അനുഗ്രഹിക്കുക, അയാളുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കുക ഈ ഭഗവാൻ. ധ്രുവൻ തപസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴേക്കും ധ്രുവന്റെ കൊട്ടാരത്തിലെ ആ അമ്മയും ചെറിയമ്മയും തമ്മിലുള്ള വഴക്കുകളൊക്കെ ഇല്ലാതെയായി നടത്തും. ഭഗവത് ഭജനത്തിന്റെ മഹിമ അത് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കില്ല. ധ്രുവന്റെ തപസ് എങ്ങനെയായിരുന്നു? 5 വയസ്സായ ധ്രുവൻ 5 മാസം കൊണ്ടാണ് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ പോകണത്. 1-ാം മാസം 3 ദിവസം കൂടുമ്പോളെ കണ്ണു തുറക്കുള്ളൂ അത്രേ. യമുനയിൽ കുളിച്ച് കരയിൽ കയറി വന്നിരുന്ന ഭഗവാന്റെ ആ ദിവ്യരൂപത്തെ നാരദ മഹർഷി ഉപദേശിച്ചു തന്ന ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ അങ്ങനെ ധ്യാനിക്കുകയായി. ഒപ്പം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിങ്ങനെ ഭഗവാന്റെ ആ ദ്വാദശാക്ഷരി മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് 3 ദിവസം അങ്ങനെ അനങ്ങാതിരിക്കുന്നതാണ്. 1 മാസം അങ്ങനെ കഴിഞ്ഞു അത്രേ. 2-ാം മാസം ആയപ്പോഴേക്കോ 3 ദിവസമല്ല, ഒന്നുകൂടി തീവ്രത കൂടി. 6 ദിവസം വരെ അങ്ങനെ കണ്ണടച്ചിരുന്ന് ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ച് ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കാൻ തുടങ്ങി. ആദ്യത്തെ മാസത്തില് 3 ദിവസം കഴിഞ്ഞാൽ ഉണരുകയായി. അപ്പൊ പിന്നെ ശരീരബോധം വരികയായി. എന്തെങ്കിലുമൊക്കെ പഴങ്ങളൊക്കെ എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറക്കിയെടുത്ത് കഴിക്കും. നദിയിലിറങ്ങി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ദാഹം മാറ്റി. അങ്ങനെയായിരുന്നു ആദ്യത്തെ മാസം. 2-ാമത്തെ മാസമായപ്പോ 6 ദിവസം കൂടുമ്പോളെ ഉണരുള്ളൂ എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഉണർന്നാൽ പഴങ്ങളൊന്നും കഴിക്കില്ല, എന്തെങ്കിലും ഉണങ്ങിയ ഇലയോ പുല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിക്കും. 3-ാമത്തെ മാസമായപ്പോഴേക്ക് ഒന്നുകൂടി ആ തപസ്സിന്റെ തീവ്രത കൂടിയതാണ്.
9 ദിവസം അങ്ങനെ കണ്ണടച്ചിരിക്കാൻ തുടങ്ങി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ ആ ദ്വാദശാക്ഷരി മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവ്യരൂപത്തെ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 9 ദിവസം മറ്റെല്ലാം മറന്നിരുന്നു ആ ഉണ്ണി. 9-ാം ദിവസം ഉണരുമ്പോഴാണ് ദേഹബോധം വരിക. അപ്പൊ കുറച്ച് വിശപ്പ് വരെയായി, ദാഹം വരെയായി. വേഗം നദിയിലിറങ്ങി വെള്ളം മാത്രം കുടിക്കുന്നതാണ്. 4-ാം മാസമായപ്പോഴാണ് 12 ദിവസം അതികഠിനമായിട്ട് തപസ് തുടർന്നു. 12 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ അങ്ങനെ കണ്ണടച്ചിരുന്ന ഭഗവാന്റെ ദിവ്യരൂപത്തെ ധ്യാനിക്കലും ഭഗവാന്റെ തിരുനാമം ജപിക്കലും ആ ഉണ്ണിക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെയായി തീർന്നു എന്നാണ്. 12-ാം ദിവസം ഉണർന്നപ്പോഴാണത്രേ ഒന്നങ്ങനെ ശ്വസിച്ചു എന്നാണ്. അതേപോലെ ശ്വാസം പോലും എടുത്തേർന്നില്ല അത്ര. 12-ാം ദിവസം ഒന്നങ്ങനെ ശ്വസിച്ചു. ഇതാ 5-ാം മാസമായപ്പോഴേക്കും തപസ്സിന്റെ തീവ്രത ഒന്നുകൂടി വർദ്ധിച്ചു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ടാണത്രേ ധ്രുവന്റെ തപസ്. ആരെയാണ് ഈ ധ്രുവൻ തപസ് ചെയ്യണത്? അനേക കോടി ബ്രഹ്മാണ്ടങ്ങളെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കണ ഈ ബ്രഹ്മാണ്ടങ്ങൾക്ക് മുഴുവൻ ഉടയവനായ ആ പരമാത്മാവിനെയാണ് ധ്രുവൻ തപസ് ചെയ്യണത്. ആ ധ്രുവന്റെ ഒറ്റക്കാലിലുള്ള തപസ്സിന്റെ ഫലമായിട്ട് ധ്യായൻ ബ്രഹ്മപദൈകേന തസ്ഥൗസ്ഥാണുരിവാചല തത്രാർദ്ധമിഭേന്ദ്രധിഷ്ഠിത. ഒറ്റക്കാലിലങ്ങനെ നിന്നുകൊണ്ട് തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അത്രേ ഭൂമി ഇളകാൻ തുടങ്ങിയതാണ്. ഇവിടെ ഉദാഹരണമൊക്കെ പറയണത് തത്രാർദ്ധമിഭേന്ദ്രധിഷ്ഠിത. ഇഭേന്ദ്രധിഷ്ഠിത. ഒരു ആന ഒരു തോണിയിൽ കയറിയാൽ എങ്ങനെയാവും? ആന അങ്ങോട്ട് ചെരിഞ്ഞാൽ തോണി അങ്ങോട്ട് ചെരിയും, ആന അങ്ങോട്ട് ചെരിഞ്ഞാൽ തോണി ഇങ്ങോട്ട് ചെരിയും. ഇങ്ങനെ തോണി കിടന്ന് ഇളകണത് പോലെയായി ഇത്ര ഈ ഭൂമിയുടെ അവസ്ഥ. ധ്രുവന്റെ ആ തപസ്സിന്റെ ഫലമായിട്ട് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങിയതാണ്. ദേവന്മാർക്കൊക്കെ ശ്വാസം മുട്ട് തുടങ്ങി. അവർക്ക് എന്താണ് കാരണം എന്ന് മനസ്സിലായില്ല. ശ്വാസം എടുക്കാൻ പറ്റണില്ല, ശ്വാസം മുട്ട്. എല്ലാവരും കൂടിയിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണു. ഞങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടിയിട്ട് വയ്യാട്ടോ, എന്താണ് ഈ ശ്വാസം മുട്ടിന് കാരണം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോഴാണത്രേ ഭഗവാൻ അവരെയൊക്കെ സമാധാനിപ്പിച്ചു. മാ ഭൈഷ്ട, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ബാലം തപസോ ദുരത്യയാ നിവർത്തയിഷ്യേ പ്രതിയാദസ്വധാമ യതോ ഹിവ പ്രാണനിരോധാസീൽ ഔത്താനപാതിർമയി സംഗതാത്മാ. ഔത്താനപാതി, ഉത്താനപാദന്റെ പുത്രനായ ആ ധ്രുവൻ എന്നെ തപസ്സിയുണ്ട്. ആ ധ്രുവന്റെ തപസ്സിന്റെ ഫലമായിട്ടാണതാ നിങ്ങൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ശ്വാസം മുട്ട് ഞാൻ നേരെയാക്കി തരാം. ധ്രുവനെ ഞാൻ എത്രയും പെട്ടെന്ന് അനുഗ്രഹിക്കണ്ടേട്ടോ എന്ന് പറഞ്ഞ് ദേവന്മാരിതാ ഭഗവാൻ സമാധാനിപ്പിക്കണു. അങ്ങനെ സമാധാനിച്ച് ദേവന്മാരൊക്കെ തിരിച്ചുപോയ അവസരത്തിലാണ് താ ഭഗവാൻ ഭൃത്യതിദൃക്ഷയാഗതഃ. ഭഗവാൻ എന്തെന്നില്ലാത്ത മോഹായി എന്നാണ്. തന്റെ ആ ഭൃത്യനെ, തന്റെ ആ ഭക്തനെ കാണാനുള്ള ആ ഒരു വെമ്പലോടുകൂടി ഭഗവാൻ ഭക്തന്റെ മുമ്പിൽ അങ്ങനെ ഗരുഡാരൂഢനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ഭഗവാൻ നമ്മുടെയൊക്കെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെമ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കൊന്നും ആ ഒരു വെമ്പലില്ലാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത്. നമുക്ക് ആ ഒരു തീവ്രത, ആ ഒരു ഈശ്വര ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ദാഹം വേണ്ട പോലെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. രാമകൃഷ്ണ ദേവനൊക്കെ പറയണത് പോലെ മത്സ്യത്തിനെ കരയ്ക്ക് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ മത്സ്യം വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി വെമ്പുന്നത് പോലെ ഇതുപോലെ വേണത്രേ ആ ഒരു പെടച്ചിലുണ്ടാവണത്രേ നമ്മുടെ ഉള്ളില് ഈശ്വര ദർശനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പെടച്ചിലുണ്ടായാൽ മാത്രമേ ആ ഭഗവത് ദർശനം നമുക്ക് സാധ്യമാവൂ. ഇവിടത്തെ ആ ഒരു പെടച്ചിലുണ്ടായി ധ്രുവന്റെ ഉള്ളില്. ആ ഭക്തന്റെ തന്നെ കാണാനുള്ള ആ ഒരു തപസ് കണ്ടപ്പോ
ആ ഭക്തനെയും കാണാനുള്ള അതിമോഹത്തോടു കൂടിയിട്ട് ഭൃത്യതിദൃക്ഷയാഗത ഭഗവാൻ ആ ഭക്തനെ കാണാനുള്ള മോഹത്തോടുകൂടി ഭക്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ധ്രുവൻ കണ്ടില്ല എന്നാണ്. താൻ കണ്ണടച്ചങ്ങനെ ഉള്ളിലെ ഭഗവാന്റെ ദിവ്യരൂപത്തെ നാരദ മഹർഷി തനിക്ക് ഉപദേശിച്ചു തന്ന ആ ഭഗവാന്റെ ദിവ്യരൂപത്തെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ധ്രുവനെ. ഭഗവാൻ മുമ്പിൽ വന്നത് ധ്രുവൻ അറിഞ്ഞില്ല. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ ആ ധ്രുവന്റെ ഉള്ളുന്നതാ ആ രൂപത്തെ പതുക്കങ്ങനെ മറച്ചപ്പോഴാണ് തന്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കാലങ്ങളായിട്ട് താൻ ധ്യാനിച്ചുകൊണ്ടിരിക്കണ ആ ഭഗവാന്റെ ദിവ്യരൂപം പെട്ടെന്ന് അങ്ങോട്ട് മറഞ്ഞപ്പോഴാണ് ധ്രുവൻ കണ്ണുമിഴിച്ചത്. കണ്ണുമിഴിച്ചപ്പോഴോ തിരോഹിതം സഹസൈവോപലക്ഷ്യ ബഹിസ്ഥിതം തദവസ്ഥം ദദരിശ. താൻ ഇത്രയും നേരം ഇത്രയും കാലം ഉള്ളിലങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആശ്രയിച്ചുകൊണ്ടിരുന്ന ആ ഭഗവാനിത തന്റെ മുമ്പില് ദിവ്യ സ്വരൂപത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കണു. ആ ഭഗവാനെ കണ്ടതും ധ്രുവനിത ദണ്ഡവൽ വിനമയ്യ ദണ്ഡവൽ വടി പോലെ അങ്ങനെ ദണ്ഡ് നമസ്കാരം ചെയ്തു വീണ് നമസ്കരിക്കണു. എന്താണ് താൻ ചെയ്യേണ്ടത്? ഭഗവാൻ ദൃഗ്ഭ്യാം പ്രപശ്യൻ പ്രഭവന്നിവാർഭകശ്ചുംബന്നിവാസ്യേന ഭുജൈരിവാശ്ലിഷൻ. ഓടിച്ചെന്ന് ഭഗവാനെ കെട്ടിപ്പിടിക്കണോ, ചുംബിക്കണോ എന്നൊന്നും എന്താ വേണ്ടെന്നൊരു അറിയാതെ നിന്നുമാണ് ധ്രുവൻ. ആ ഉണ്ണിയുടെ ആ ഒരു പകച്ചു നിൽക്കൽ കണ്ടപ്പോ ഭഗവാനിത അനുഗ്രഹിക്കുകയാണ്. തന്റെ വേദമാകുന്ന അറിവാകുന്ന ആ ശംഖ് കൊണ്ട് ധ്രുവന്റെ കപോലങ്ങളില് ഒന്നങ്ങനെ ഭഗവാൻ തൊട്ടൂത്ര. ആ ഭഗവാന്റെ സ്പരിശനം ഉണ്ടായ ആ നിമിഷം ധ്രുവനിത മഹാജ്ഞാനിയായി മാറി. മഹർഷിമാരൊക്കെ ഭഗവാനെ സ്തുതിക്കുന്നത് പോലെ ധ്രുവനിത ഭഗവാനെ സ്തുതിക്കാൻ ആരംഭിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസമില്ല, ഒരു യോഗ്യതയില്ല, വെറും 5 വയസ്സ് പ്രായമായിട്ടുള്ളൂ. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായ ആ നിമിഷം ഇവിടെ എല്ലാ അറിവും ഉള്ളവനായി മാറി ധ്രുവൻ. ഭഗവാന്റെ അനുഗ്രഹമാണ് ഇവിടെ ഉണ്ടാവേണ്ടത് അർത്ഥം. മറ്റുള്ള യോഗ്യതകൾക്കൊക്കെ 2ാം സ്ഥാനേ ഉള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം ഇവിടെ ആർക്കുണ്ടാവണു? അവര് എല്ലാം അറിയുന്ന ആളായി തീരണു. ഇവിടതാ ധ്രുവൻ ഭഗവാനെ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ ആരാണ് എന്ന് ആ ഉണ്ണിക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടതാ മനസ്സിലായി. യോന്തപ്രവിശ്യ മമവാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തശരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ധ്രുവന്റെ സ്തുതി ഭാഗവതത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു സ്തുതിയാണ്. അനേകം സ്തുതികൾ ഭാഗവതത്തിൽ ഉണ്ടെങ്കിലും ഈ ധ്രുവന്റെ സ്തുതി ദ്വാദശാക്ഷരി മന്ത്രത്തിലെ ആ 12 അക്ഷരങ്ങളുടെ വ്യാഖ്യാനങ്ങളാണോ എന്ന് തോന്നും ധ്രുവന്റെ ആ 12 ശ്ലോകങ്ങൾ കേൾക്കുമ്പോ. യഹ അന്തപ്രവിശ്യ മമവാചമിമാം പ്രസുപ്താം സഞ്ജീവയതി അഖില ശക്തിധരസ്വധാംന. ധ്രുവന് മനസ്സിലായതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നു നിൽക്കണ ഈ ഭഗവാൻ തന്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ഭഗവാന്റെ സാന്നിധ്യം തന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് തനിക്കിവിടെ ഈ ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കണത്. വാക്കുകള് ഇവിടെ പറയാൻ സാധിക്കണത് ആ ഭഗവാൻ ഉള്ളിലുള്ളതുകൊണ്ടാണ്. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ, മറ്റുള്ള ഹസ്തചരണ ശ്രവണ ത്വഗാദീൻ, കൈകള്, കാലുകള്, കാതുകള് എന്നുവേണ്ട എന്തൊക്കെ ഇന്ദ്രിയങ്ങള് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ, പ്രാണൻ പോലും ഈ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം, പുരുഷനായിക്കൊണ്ട് സർവപുരങ്ങളിലും ശയിക്കുന്ന അന്തര്യാമിയായ ആ പുരുഷോത്തമനായിക്കൊണ്ടതാ
നമസ്കാരം നമസ്കാരം. ധ്രുവൻ തിരിച്ചറിഞ്ഞു ആരാണ് ഈ ഭഗവാൻ എന്ന്. വെറുമൊരു വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങി കഴിയുന്ന ഒരു വ്യക്തിയല്ല ഈശ്വരൻ എന്ന് ധ്രുവൻ തിരിച്ചറിയണം. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഭാഗവതത്തിലൂടെ നമുക്ക് വേണ്ടത്. ഭാഗവതത്തിൽ ആദ്യം മുതൽ നമുക്ക് വേദവ്യാസ മഹർഷി പറഞ്ഞു തരണതും ഈ ഒരു അറിവ് തന്നെയാണ്. കുന്തി ദേവിയൊക്കെ ഭഗവാനെ സ്തുതിച്ചതുപോലെ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം, എല്ലാവരുടെയും ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് ഭഗവാൻ. അങ്ങനെ വേണം ഭഗവാനെ അറിയാന്നർത്ഥം. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിലാണ് വസിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ വേണം ഭഗവാനെ അറിയാൻ. അല്ലാതെ ഭഗവാൻ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത്, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം, ക്ഷേത്രത്തിൽ മാത്രമോ അല്ലെങ്കിൽ പൂജാമുറിയിൽ മാത്രമോ ഒതുങ്ങി കഴിയുന്ന ഒരാളല്ല എന്ന് തിരിച്ചറിയണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഭാഗവതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ മാത്രല്ല ഉള്ളൂ എന്ന് പറയണം. അവിടെ ഇല്ലാന്നല്ല, പൂജാമുറിയിൽ ഇല്ലാന്നോ ക്ഷേത്രത്തിൽ ഇല്ലാന്നല്ല, അവിടെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. അങ്ങനെ ക്ഷേത്രത്തിലോ പൂജാമുറിയിലോ ഇരുന്ന് കുറച്ചു നേരം നമ്മള് ഭഗവാനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണ്? വിഗ്രഹ ആരാധനയുടെ ലക്ഷ്യം ഈ വിശ്വം മുഴുവൻ ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയരലാവണം. അത് മറക്കരുത്. ധ്രുവൻ അത് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാനെ നമ്മള് പരിമിതപ്പെടുത്തരുതെന്ന് പറയണം. ഈ പ്രപഞ്ചം മുഴുവൻ ആ ഭഗവാനിലാണ് സ്ഥിതി ചെയ്യണത്. വാസുദേവൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ യാതൊരു ആളിൽ വസിക്കുന്നുവോ അവനാണ് വാസുദേവൻ. അങ്ങനെ വേണം ഭഗവാനെ ആരാധിക്കാൻ. അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മളൊക്കെ ആ ഭഗവാന്റെ വൈഭവത്തെ തിരിച്ചറിയണം. ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കണമെന്ന് വെച്ചാൽ ആ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളിലുള്ളതുകൊണ്ടാണ്, കരണ്ട് ഉള്ളതുകൊണ്ടാണ്. ഇവിടെ പറയണ കാര്യങ്ങള് നിങ്ങൾക്കൊക്കെ എത്ര അകലെയാണെങ്കിലും വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നത്. ഫാൻ ഉള്ളതുകൊണ്ടായില്ല, കരണ്ട് ഉണ്ടെങ്കിലേ അത് തിരിയുള്ളൂ, കാറ്റ് കിട്ടുള്ളൂ. ബൾബ് ഉണ്ടായോണ്ടായില്ല, കരണ്ട് ഉണ്ടെങ്കിലേ അത് പ്രകാശം പരത്തൂ. ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ഇതുപോലെ തന്നെയാണിതാ, ആ ഭഗവാന്റെ നിത്യ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഇരിക്കാനും ഇവിടെ നിന്ന് പറയാനും ഇത് കേൾക്കാനും എന്തൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ ആ പരമാത്മാവായ ഭഗവാന്റെ സാന്നിധ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ആരൊക്കെ എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളുടെയൊക്കെ പിന്നിൽ ആ ഭഗവാന്റെ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഭഗവാനെ ആരാധിക്കണം. നമുക്ക് എന്തൊക്കെ കഴിവാണോ ഭഗവാൻ തന്നിരിക്കുന്നത് ആ കഴിവുകളെ കൊണ്ട് ആ ജഗദീശ്വരനെ തന്നെ ആരാധിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് വേണ്ടത്. അതാണ് ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തണത്. ആരെങ്കിലും എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മള് അവരോട് നന്ദി പറയാറുണ്ടല്ലോ. ഒരു പുസ്തകം തന്നു, അല്ലെങ്കിൽ ഒരു പേന തന്നു, ഒരു വാച്ച് തന്നു, നമ്മൾ ഉടനെ പറയും നന്ദി പറയവരോട്. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നമ്മള് നന്ദി പറയുന്ന ആൾക്കാരല്ലേ. ഭഗവാനോട് നമ്മളൊക്കെ എത്രയെത്ര കടപ്പെട്ടിരിക്കണു. ആ ഭഗവാന്റെ കാരുണ്യം നമുക്കൊക്കെ തിരിച്ചറിയാൻ സാധിക്കണം. ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്ക് ഇവിടെ അനങ്ങാൻ സാധിക്കുന്നത്. രാത്രി മൂക്കറ്റം ഭക്ഷണം കഴിച്ച് എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയില് കിടന്നതാണ്, ഉറങ്ങിപ്പോയി. വെളിച്ചാമ്പോ ഉണർന്നപ്പോ യാതൊരു ക്ഷീണമില്ല, എന്തൊരു ഉന്മേഷാണ്. രാത്രി എന്തെന്നില്ലാത്ത ക്ഷീണമായിരുന്നു. പക്ഷെ ഇതാ ഉണർന്നപ്പോ ഉന്മേഷം വർദ്ധിച്ചു. ആര് നമ്മളെ ഉണർത്തി? ആര് നമുക്ക് ആ ഒരു ഉന്മേഷവും ഉത്സാഹവും പകർന്നു തന്നു? ഇതൊക്കെ നമ്മള് ചിന്തിക്കണം. ഭാഗവതം കേട്ട് നമ്മള് ആ ഭഗവാന്റെ വൈഭവത്തെ ചിന്തിക്കണം. രാത്രി മൂക്കറ്റം കഴിച്ച ഭക്ഷണം അതൊക്കെ ദഹിച്ചിരിക്കണു.
ആരിതൊക്കെ ദഹിപ്പിച്ചു? നമ്മളാരുമല്ല, നമ്മൾ കഴിക്കൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പോലും ആൾക്കാർ ഇവിടെ ചിന്തിക്കണില്ല. എന്നിട്ട് പോലും എല്ലാവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാവരുടെയും ഉള്ളിലെ ആ സർവപ്രവൃത്തികളെയും ചെയ്തുകൊണ്ടിരിക്കണു ആ പരമാത്മാവായ ഭഗവാൻ. ആ ഭഗവാന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയേ വേണ്ടു. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ നമ്മള് ആ ഭഗവാനെ സദാസമയത്തും സ്മരിച്ചുകൊണ്ടേ ഇവിടെ ജീവിക്കുള്ളൂ. ഭഗവാനെ ഏതെങ്കിലും പ്രത്യേക ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഒരു സന്ദർഭത്തിൽ മാത്രം ആരാധിച്ചാ പോരാന്ന് പറയുന്ന ഭാഗവതം. ഭഗവാനെ നമ്മള് സദാസമയവും ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ ബാധ്യസ്ഥരാണ്. ഓരോ പ്രഭാതവും പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം ആരംഭിക്കാൻ. ഗാന്ധിജി, മഹാത്മാഗാന്ധിജിക്ക് പറഞ്ഞതുപോലെ പ്രാർത്ഥന അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. പ്രഭാതത്തിന്റെ താക്കോലും രാത്രിയുടെ സാക്ഷിയുമാകണം പ്രാർത്ഥന. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ ഉണർത്തിയ, നമുക്ക് ഉത്സാഹം പകർന്നു തന്ന, എപ്പോഴും ഉണർന്നിരിക്കുന്ന ആ പരമാത്മാവിനെ നമ്മൾ സ്മരിക്കണം. ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട്, ഭഗവാന്റെ ദിവ്യരൂപത്തെ സ്മരിച്ചുകൊണ്ട്, ഇനി ഇവിടുന്ന് അങ്ങട് പല പ്രവൃത്തികളും തനിക്ക് ചെയ്യാനായിട്ടുണ്ട്. ആ പ്രവൃത്തികളുടെയൊക്കെ പിന്നിൽ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കണേ. ആ പരമാത്മാവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കണം. എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇനി എല്ലാ പ്രവൃത്തികളും കഴിഞ്ഞ് രാത്രി ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുമ്പോ അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. ഉറങ്ങാൻ പോവുകയാണ്, അവിടുന്ന് ഉണർന്നിരുന്ന എല്ലാ പ്രവൃത്തികളും ചെയ്യണു. അവിടുത്തെ ആ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഉറങ്ങാൻ, കിടക്കാൻ ആരംഭിക്കണം. ഇങ്ങനെ ഉണർന്ന് ഉറങ്ങുന്നത് വരെ എല്ലാ സമയത്തും ആ ഈശ്വര ആരാധന നമ്മൾ ചെയ്തിരിക്കണം എന്നർത്ഥം. ഇനി ഭാഗവതത്തില് അവസാന ഭാഗത്തിൽ പറയും, മന്യേ അകുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. എപ്പോഴെങ്കിലും ചെയ്താ പോരാർത്ഥം, നിത്യവും സദാസമയവും ആ ഈശ്വരനെ, അച്യുതനെ ആരാധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും ആ ഭഗവത് സ്മരണയോട് കൂടിയിട്ട്, ഭഗവാനാണ് തനിക്ക് പ്രവർത്തിക്കാൻ ശക്തി തരണത് എന്നുള്ള ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ആ ഈശ്വരനെ, ജഗദീശ്വരനെ ആരാധിക്കാൻ തയ്യാറാവണം എന്നർത്ഥം. അതാണ് ദാ ധ്രുവൻ ആ ഭഗവാന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞു. ഏകസ്ത്വമേവ ഭഗവന്നിതമാത്മശക്തിയാ മായാഖ്യയോ ഒരു ഗുണയാ മഹദാദ്യശേഷം സൃഷ്ടുവാനുവിശ്യ പുരുഷസ്തദസൽ ഗുണേഷു നാനേവദാരുഷു വിഭാവസുവർദ്വിഭാസി. ഏകനായ അവിടുന്ന് തന്നെ തന്റെ തന്നെ ശക്തിയായ ആ മായ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കണു. ഈ നാനാത്വത്തോടു കൂടിയ ഈ പ്രപഞ്ചത്തിലെ സർവ ജീവജാലങ്ങളിലും അവിടുന്ന് തന്നെ സൃഷ്ടുവാനുവിശ്യ പുരുഷസ്തദസൽ ഗുണേഷു, എല്ലാറ്റിലും അവിടുന്ന് തന്നെ പ്രവേശിച്ചിരിക്കണു. എപ്രകാരം നാനേവദാരുഷു വിഭാവസുദ്വിഭാസി, അഗ്നി പോലെ എന്ന് പറയണം. അവിടുന്ന് ഏകനാണ്. ഏതുപോലെ? അഗ്നി പോലെ. അഗ്നി അനേകണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അനേകല്യ. അനേകം തിരികൾ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നെങ്കിലും അഗ്നി അവിടെ അനേകല്യ. അഗ്നി ഒന്നേ ഉള്ളൂ. അനേകം തിരികളിട്ട് അങ്ങനെ കത്തിച്ചുകൊണ്ടാണ് അനേകം അഗ്നി ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. സത്യത്തിൽ അഗ്നി അനേകമില്ല, ഒന്നേ ഉള്ളൂ. ഇതുപോലെയാണ് അവിടുന്ന് ഏകനാണ്. അവിടുന്ന് മാത്രമേ സത്യത്തിൽ ഇവിടെ ഉള്ളൂ. എന്നാൽ ഈ ഉപാധിയുടെ വ്യത്യാസം കാരണമാണ് അവിടുന്ന് അനേകമായിട്ടുള്ളതായിട്ട് തോന്നണത്. ത്വദ്ദത്തയാവൈനയേതമജഷ്ടവിശ്വം, ബ്രഹ്മാവിന് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ അവിടുന്ന് തന്നെയല്ലേ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തത്.
പിന്നെ ധ്രുവൻ ഭഗവാനോട് പറയണം, അവിടുത്തെ ഓരോരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാധിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ. അർച്ചന്തി കൽപ്പകതരും ഗുണപോപഭോഗ്യമിച്ഛന്തിയൽ സ്പരിശം നിരയേപി നൃണാം. ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ ആരാധിക്കുന്ന സകാമ ഭക്തന്മാരുടെ അവസ്ഥ. സത്യത്തിൽ ഈ ധ്രുവനും ഒരു സകാമനായിട്ടാണ് ഭജന ആരംഭിച്ചിരിക്കുന്നത്, തപസ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാം തരാൻ തയ്യാറായിട്ടുള്ള ആളാണ്, മഹാശക്തനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ അടുത്ത് വന്നിട്ട് നിസ്സാര കാര്യങ്ങള്, ഓരോന്ന് ജോലി കിട്ടണം, അല്ലെങ്കിൽ കല്യാണം കഴിയണം, കുട്ടികളുണ്ടാവണം, ഇങ്ങനെ ഓരോരോ നിസ്സാര കാര്യങ്ങൾ പറയുന്ന ആൾക്കാരുടെ അവസ്ഥ, അവരെ ഇപ്പൊ എന്താ പറയുക? സത്യത്തിൽ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് അങ്ങനെയുള്ള നിസ്സാര ആഗ്രഹങ്ങളൊന്നും അല്ല പറയേണ്ടത്. ഭഗവത് പാദാരവിന്ദത്തിൽ അനന്യമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാവണേ, ഭഗവാനെ നിത്യവും ഓർക്കാൻ സാധിക്കണേ, ഭഗവാനെ സദാ ഓർമ്മിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കണേ. ഇതാണ് സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്. ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാം അമലാശയാനാം അനന്ദ. ഭഗവാനെ സജ്ജന സംസർഗം പ്രസംഗ പ്രകർഷേണയുള്ള സംഘം നർത്ഥം. സജ്ജന സംസർഗത്തിന് അടിയന് ഇടവരുത്തണേ. മഹതാം അമലാശയാനാം, ശരിയായിട്ടുള്ള സജ്ജനങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം ഉണ്ടാവണേ. അമലാശയാനാം, യാതൊരു വിധത്തിലുള്ള മാലിന്യവുമില്ലാത്ത മനസ്സോടുകൂടിയ സജ്ജനങ്ങളെ കണ്ടുമുട്ടാൻ സാധിക്കണേ. അവര് പറയുന്ന അവിടുത്തെ ദിവ്യ കഥകളെ കേൾക്കാനും, അങ്ങനെ ആ കഥകൾ കേൾക്കുന്നതിലൂടെ അവിടുത്തെ പാദാരവിന്ദത്തിലുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കാനും എനിക്ക് സാധിക്കണേ. ഭക്തിം മുഹുപ്രവഹതാം ത്വയി മേ പ്രസംഗോ ഭൂയാദനന്ദ മഹതാം അമലാശയാനാം യേനാഞ്ജസോൽബണമൊരു വ്യസനം ഭവാബ്ധിം നേഷ്യേ ഭവൽ ഗുണകഥാമൃതപാനമത്തഃ. അങ്ങനെ സജ്ജനങ്ങളുടെ മുഖാരവിന്ദത്തിനൊഴുകുന്ന ഭഗവത് കഥകളെ കേൾക്കുന്നതോടുകൂടിയിട്ട് ആ ഭഗവത് പാദാരവിന്ദ ഭക്തി വർദ്ധിക്കണോ. ഭക്തി വർദ്ധിക്കുമ്പോഴോ ഭവാബ്ധിം, ഈ സംസാര സമുദ്രത്തെ അവർക്ക് വളരെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കണോ. അതിന് സാധിക്കണേ. അവിടുന്ന് വാശ്രേവത്സകം അനുഗ്രഹ കാതരോസ്മാൻ, രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതുപോലെ പ്രസവിച്ച പശു തന്റെ അടുത്ത് വന്ന് പാല് കുടിക്കാൻ വെമ്പുന്ന ആ പശുക്കുട്ടിയെ രക്ഷിക്കുന്നത് പോലെ ആ പശുക്കുട്ടിക്ക് വേണ്ട പാലിനെ ചുരുത്തി കൊടുത്തുകൊണ്ട് ആ പശുക്കുട്ടിയെ തള്ളപ്പശു രക്ഷിക്കണു. ഇതുപോലെ തള്ളപ്പശു പശുക്കുട്ടിയെ രക്ഷിക്കുന്നത് പോലെ ഭഗവാനെ അവിടുന്ന് അസ്മാൻ ദീനരായ ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ആ ധ്രുവന്റെ സ്തുതിയില് മുഴുവൻ. ഭക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണു, ഭക്തന്മാരുമായിട്ടുള്ള ആ സംഘത്തിനു വേണ്ടി പ്രാർത്ഥിക്കണു. ഭഗവാന്റെ ആ യഥാർത്ഥ വൈഭവത്തെ മനസ്സിലാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ധ്രുവൻ. ആ ധ്രുവന്റെ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാനിത അനുഗ്രഹിക്കണു. ധ്രുവനോട് പറയണം, ധ്രുവ ഉണ്ണി, നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. നിന്റെ മനസ്സിനെ വിഷമിപ്പിച്ച ചെറിയമ്മ ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. ഒരു കാട്ടുതീയിൽപ്പെട്ട് സുരുചി ചെറിയമ്മ മരിക്കാനിടവരും. നിന്റെ സഹോദരനായ സുരുചിയുടെ പുത്രനായ ഉത്തമൻ യക്ഷബാണമേറ്റ് മരിക്കാനിടവരും. അവര് ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചേ തീരൂ എന്നർത്ഥം. 36,000 സംവത്സരക്കാലം ഉണ്ണി നീ രാജ്യം ഭരിക്കണം. അതിനുശേഷം എന്റെ ലോകത്തില് ആ ധ്രുവ ലോകത്തില് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചത് ആ ഭഗവാൻ ഉടനെ തന്നെ അവിടുന്ന് മറിയണം. ഭഗവാൻ അങ്ങോട്ട് മറിഞ്ഞപ്പോഴല്ലേ ധ്രുവന് ആകെ സന്തോഷായി, എന്നാൽ ഒപ്പം വിഷമമായി. ഭഗവാനെ കണ്ടതിലുള്ള സന്തോഷം ഒരു ഭാഗത്ത്, എന്നാൽ എന്തും തരാൻ തയ്യാറായ ആ ഭഗവാനെ മുമ്പിൽ കാണാൻ സാധിച്ചിട്ടും ഭഗവാനെ സ്തുതിക്കാൻ സാധിച്ചിട്ടും ആ ഭഗവാനിൽ നിന്ന് തനിക്ക് കിട്ടിയത് ഈ കുറച്ചു കാലം രാജ്യം ഭരിക്കലല്ലേ.
ഇനി എത്രയോ കാലം തനിക്ക് ഇവിടെ രാജ്യം ഭരിക്കേണ്ടിയിരിക്കണം. 36,000 സംവത്സര കാലം തനിക്ക് ഇനിയും കാത്തിരിക്കണ്ടേ? അതിനുശേഷമല്ലേ തനിക്ക് ഭഗവത് പാദാരവിന്ദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്നോർത്തപ്പോ ധ്രുവന് കുറച്ചൊരു വിഷമമായി. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം തനിക്ക് കിട്ടിയല്ലോ എന്നുള്ള നിലയ്ക്ക് ഇതാ സന്തോഷത്തോടുകൂടി തിരിച്ചു വരണു. ധ്രുവന്റെ തിരിച്ചുവരവ് അറിഞ്ഞതോടുകൂടി ഉത്താനപാദ മഹാരാജാവ് സ്വീകരിക്കണു. ധ്രുവൻ ആദ്യം തന്നെ വീണ് നമസ്കരിച്ചത് സുരുചി ചെറിയമ്മയാണത്രേ. കാരണം ചെറിയമ്മ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എനിക്ക് എല്ലാം വിട്ട് തപസ് ചെയ്യാൻ വേണ്ടി പോകാൻ സാധിച്ചതും ആ ഭഗവാനെ കാണാൻ സാധിച്ചതും ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടായതും ചെറിയമ്മേ അമ്മയുടെ ചീത്ത പറയലല്ല, അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ്. അന്നെനിക്ക് എന്നെ ചീത്ത പറഞ്ഞു ചെറിയമ്മ എന്നൊക്കെ തോന്നി. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു അന്ന് ചീത്ത പറഞ്ഞതല്ല, എന്നെ അനുഗ്രഹിക്കുകയുണ്ടായത് അമ്മ. അങ്ങനെ ആദ്യം തന്നെ സുരുചി ചെറിയമ്മയെ വീണ് നമസ്കരിച്ചു എന്നർത്ഥം. ഭഗവത് ദർശനത്തിന്റെ ആ ഒരു അനുഗ്രഹം പറയണം. ഭഗവാനെ കാണുന്നതോടുകൂടി ഭഗവത് ദർശനം ഒരാൾക്ക് ഉണ്ടാവുന്നതോടുകൂടിയിട്ട് അയാൾക്ക് ഇവിടെ ശത്രുക്കള് ഇല്ലാതെയാവണമെന്നർത്ഥം. ആരോടെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ശത്രുതാബോധം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈശ്വര ദർശനത്തിൽ ആ ശത്രുക്കളെ പോലും മിത്രങ്ങളായിട്ട് ഗുരുനാഥന്മാരായിട്ട് തിരിച്ചറിയാൻ സാധിക്കണു ഭക്തന്. അച്ഛനെയും അമ്മയെയൊക്കെ നമസ്കരിച്ചതാ ധ്രുവൻ രാജ്യത്തിലേക്ക് തിരിച്ചു വരണു. എല്ലാവർക്കും കണ്ണിലുണ്ണിയായി മാറിയ ധ്രുവൻ ഉത്താനപാദ മഹാരാജാവ് തന്റെ പുത്രനെ രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് തപസ്സിനായിട്ടതാ അദ്ദേഹം എല്ലാം വിട്ട് കാട്ടിലേക്ക് പോയി. പിന്നെ ധ്രുവന്റെ രാജ്യ ഭരണം ശിശുമാരന്റെ പുത്രിയായ ഭ്രമിയെ വിവാഹം കഴിച്ചു. അതുപോലെ ഇള എന്ന മറ്റൊരു കന്യകയെയും ധ്രുവൻ വിവാഹം കഴിച്ച രംഗങ്ങള് രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഉത്തമൻ അനിയൻ കാട്ടിലേക്ക് നായാട്ടിനായിട്ട് പോയപ്പോഴാണ് ആ കാട്ടിൽ വെച്ച് യക്ഷന്മാരുമായിട്ട് ചില വാക്ക് തർക്കമുണ്ടായി. ആ വാക്ക് തർക്കം യുദ്ധത്തിൽ കലാശിച്ചു. യുദ്ധത്തിനിടയ്ക്ക് യക്ഷന്മാരിതാ ധ്രുവന്റെ സഹോദരനായ ഉത്തമനെ നിഗ്രഹിക്കണു. തന്റെ പുത്രൻ കാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരണല്ലോ എന്ന് വിചാരിച്ച് അന്വേഷിച്ചതാ ഉത്തമ മാതാവായ സുരുചി അന്വേഷിച്ച് പുറപ്പെട്ടു കാട്ടിലേക്ക്. കാട്ടിലെത്തിയപ്പോഴാണ് അവിടെ വെച്ച ഒരു കാട്ടുതീയില് ആ സുരുചിയും വെന്തെരിഞ്ഞു. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ധ്രുവനിത യക്ഷന്മാരോട് പക തോന്നി. തന്റെ അനിയൻ കൊല്ലപ്പെടാൻ കാരണം, തന്റെ ചെറിയമ്മ വെന്തു മരിക്കാൻ കാരണം ആ യക്ഷന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചതാ ധ്രുവൻ. യുദ്ധം ആരംഭിക്കണു യക്ഷന്മാരുമായിട്ട്, അതിഘോരമായിട്ടുള്ള യുദ്ധം. യുദ്ധത്തിനിടയ്ക്കാണിതാ യക്ഷന്മാരുടെ ആ മായാപ്രയോഗങ്ങൾ കണ്ടപ്പോ അവിടെ മഹർഷിമാര് തന്നെ പ്രത്യക്ഷപ്പെട്ട് നാരായണാസ്ത്രത്തെ പ്രയോഗിച്ചോളൂ എന്നിങ്ങനെ ഉപദേശിക്കണു ധ്രുവന്. നാരായണാസ്ത്രം പ്രയോഗിച്ച് സർവ യക്ഷന്മാരെയും വധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധ്രുവന്റെ മുമ്പിലെ യുദ്ധക്കളത്തില് മുത്തച്ഛനായ സ്വയംഭൂമനു പ്രത്യക്ഷപ്പെടുന്നു. യുദ്ധം നിർത്തൂ ഉണ്ണി എന്നിങ്ങനെ മുത്തച്ഛൻ പേരക്കുട്ടിയോട് ഉപദേശിക്കുകയാണ്. രോഷം, കോപം അടക്കൂ, ഇങ്ങനെ യക്ഷന്മാരെ കൊല്ലരുത് കേട്ടോ. ഈ യക്ഷന്മാരൊക്കെ കുബേരനാകുന്ന നേതാവിനോട് കൂടിയവരാണ്. കുബേരനാണെങ്കിലോ മഹാദേവന്റെ പരമഭക്തനാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഭക്തന്മാരെ ദ്രോഹിക്കരുത്. ഇങ്ങനെ നിരപരാധികളായ യക്ഷന്മാരെ കൊന്നതുകൊണ്ടൊന്നും മരിച്ചുപോയ അനിയനോ ചെറിയമ്മയോ തിരിച്ചു വരാൻ പോണില്ല എന്ന് തിരിച്ചറിയൂ എന്നിങ്ങനെ മുത്തച്ഛനായ മനു ഉപദേശിച്ചപ്പോഴാണിതാ ധ്രുവൻ ഉടനെ തൻ്റെ തെറ്റ് മനസ്സിലാക്കി യുദ്ധം നിർത്തി. യക്ഷനേതാവായ കുബേരനോട് മാപ്പ് പറയണം എന്നുള്ള നിലയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ടപ്പോഴാണ് കുബേരൻ ഇങ്ങോട്ട് വരുന്നു. കുബേരനും വളരെ സന്തോഷമായി. സ്വയംഭുവനുവിൻ്റെ ആ വാക്കുകളെ കേട്ട് അതിനെ അനുസരിച്ചുല്ലോ. ആ ഒരു അനുസരണ ആ ധ്രുവനിൽ കണ്ടപ്പോ കുബേരന് വളരെ സന്തോഷമായി. ഇങ്ങനെ അനുസരിക്കുന്ന ആൾക്കാര് ഇന്ന് വളരെ കുറവാണ്. വലിയ വലിയ ആൾക്കാർ എന്തെങ്കിലും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഉപദേശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും കേൾക്കാൻ പോലും ശ്രമിക്കാത്തവരാണ് ഇന്നത്തെ ആൾക്കാർ. അങ്ങനെയല്ല വേണ്ടതെന്ന് പറയണം. വലിയവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കേൾക്കണം, അനുസരിക്കണം. ധ്രുവൻ അങ്ങനെ അനുസരിച്ചതിൻ്റെ ഫലമായിട്ടതാ മഹാദേവന്റെ ഭക്തനായ കുബേരന്റെ അനുഗ്രഹം കിട്ടി. കുബേരൻ എന്താണ് അനുഗ്രഹം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ
എനിക്ക് ഭഗവത് പാദാരവിന്ദത്തിൽ അചഞ്ചലമായ ഭക്തി മാത്രം മതി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ ഭഗവാനെ മറക്കാൻ ഇടവരരുത്. ഇതാണ് ധ്രുവന്റെ പ്രാർത്ഥന. അങ്ങനെ ഹരിഭക്തിയെ വരമായിട്ട് കൊടുത്തുകൊണ്ട് കുബേരൻ അവിടുന്ന് മറയണു. പിന്നെ അനേകകാലം രാജ്യം ഭരിച്ച ധ്രുവനിത പുത്രന്മാരൊക്കെ വലുതായപ്പോൾ അവരെ ഭരണഭാരമെല്ലാം ഏൽപ്പിച്ചു. തപസ്സിനായിട്ട് ബദരീനാഥിൽ എത്തിച്ചേർന്നു. അതികഠിനമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കണു. ഒരിക്കൽ വിഷ്ണു പാർഷദന്മാർ വിമാനവുമായിട്ട് വന്നു. ധ്രുവനോട് കയറിക്കോളൂ വിമാനത്തിൽ, അങ്ങയെ ഞങ്ങൾ ഭഗവാന്റെ ലോകത്തിലേക്ക് ധ്രുവലോകത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് ധ്രുവന് തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. കുട്ടിക്കാലത്ത് ഭഗവാന്റെ കഥകൾ പറഞ്ഞു തന്നും ഭഗവാന്റെ തിരുനാമം തന്നെ കൊണ്ട് ജപിപ്പിച്ചും ആ ഭഗവത് പാദാരവിന്ദത്തിൽ തനിക്ക് ഭക്തി ഉണ്ടാക്കി തന്ന ആ അമ്മയുടെ രൂപം അങ്ങനെ ഉള്ളിൽ ഓർമ്മ വന്നു. ആ അമ്മ കൂടി തൻ്റെ ഒപ്പമുണ്ടെങ്കിൽ എന്തൊരു സുഖമായിരുന്നു ഈ ഒരു യാത്ര എന്നങ്ങനെ ഓർമ്മ വന്നപ്പോഴാണ് വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, അങ്ങ് പരിഭ്രമിക്കേണ്ട, അങ്ങയുടെ അമ്മ സുനീതി അങ്ങയ്ക്ക് മുമ്പ് തന്നെതാ ഭഗവത് പാദാരവിന്ദത്തിൽ എത്തിച്ചേർന്നിരിക്കണു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. വിമാനത്തിൽ കയറാൻ വേണ്ടി പുറപ്പെട്ടപ്പോഴാണ് മൃത്യുദേവൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ ശിരസിലൊന്ന് ആ തൃപാദാരവിന്ദങ്ങൾ എടുത്തു വെക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൃത്യുദേവൻ പോലും. അങ്ങനെ മൃത്യോർമൂർധനി പദം ദത്വ ആരുരോഹ അത്ഭുതം ഗൃഹം. മൃത്യുവിൻ്റെ മൂർധാവില് പാദത്തെ എടുത്തു വെച്ചുകൊണ്ടാണത്രേ ധ്രുവൻ ധ്രുവലോകത്തിലേക്ക് എത്തിച്ചേർന്നത്. സപ്തഋഷി ലോകത്തിൻ്റെ മുകളിൽ ഏകദേശം 13 ലക്ഷം യോജന മുകളിലായിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ പരമപദമായ ധ്രുവലോകം സ്ഥിതി ചെയ്യണത്. ആ ധ്രുവലോകത്തിലേക്കാണിതാ ധ്രുവൻ അമ്മയോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താ സുനീതി ചെയ്ത തപസ്! ധ്രുവനെ ഭഗവത് പാദാരവിന്ദത്തിലേക്ക് തിരിച്ചുവിട്ടു. അതുമാത്രമേ ആ അമ്മ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഏതൊരമ്മയും അതുമാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. തൻ്റെ കുട്ടികളെ ഭഗവത് പാദാരവിന്ദത്തിലേക്ക് തിരിച്ചുവിടുക, അവരെ നല്ല വഴിക്ക് തിരിച്ചുവിടുക. അതിന് അമ്മമാർക്ക് വളരെ എളുപ്പം സാധിക്കും. അതിന് ഓരോ അമ്മമാരും ഇവിടെ ശ്രമിക്കട്ടെ. അമ്മമാർക്കൊക്കെ അതിന് സാധിക്കട്ടെ. ഇനിയും ധ്രുവനെ പോലെയുള്ള പരമഭക്തന്മാര് ഇവിടെ ജനിക്കട്ടെ. ഈ ഭഗവത് സന്നിധിയിൽ 9 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാസത്രം, തത്വസമീക്ഷാ സത്രം, ഈ സത്രത്തിൽ വന്നിരുന്ന ഭഗവാന്റെ തത്വങ്ങളെ, ഭഗവാന്റെ വൈഭവങ്ങളെ, ഭഗവാന്റെ തിരുനാമത്തിന് മഹിമയെ ശ്രവിക്കുന്ന ഓരോരുത്തർക്കും ഈ ധ്രുവനെ പോലെയുള്ള സന്താനങ്ങളുണ്ടാവട്ടെ. അല്ലെങ്കിൽ അടുത്തു വരുന്ന എല്ലാ കുട്ടികളെയും ഈ ധ്രുവനെ പോലെ പരമഭക്തന്മാരാക്കി മാറ്റാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. കുട്ടികളെ വിളിച്ചിരുത്തി ആ കുട്ടികൾക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാനും ഭഗവാന്റെ തിരുനാമങ്ങളുടെ വൈഭവം അവരെ മനസ്സിലാക്കി കൊടുക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ. അങ്ങനെ ധ്രുവചരിതം ഭാഗവതത്തിൽ അതിപ്രധാനമായിട്ടുള്ള ഭാഗം. അർത്ഥമെന്ന പുരുഷാർത്ഥത്തെയാണ് ഈ പ്രകരണത്തിലൂടെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന. അർത്ഥം ഭഗവത് പ്രേമമാണ്, ഭഗവത് പാദാരവിന്ദത്തിലുള്ള അചഞ്ചലമായ ഭക്തിയാണ് ഇവിടെ നശിക്കാത്ത അർത്ഥം എന്നതാ കാണിച്ചു തന്നുകൊണ്ടാണ് ആ ധ്രുവ ചരിതത്തിൻ്റെ മാഹാത്മ്യത്തെ കൂടി അവിടെ അവസാനം സൂചിപ്പിക്കേണ്ടത്. അർക്കദിനേ പിവ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അർക്കദിനം എന്ന് പറഞ്ഞാൽ രവിവാരം, ഞായറാഴ്ച എന്നർത്ഥം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണല്ലോ. ഞായറാഴ്ച പ്രത്യേകിച്ചും ഈ ധ്രുവചരിതമൊക്കെ വായിക്കുകയോ അതിനെ പറയുകയോ ചെയ്യുന്നത് വളരെ വളരെ വിശിഷ്ടമാണ് എന്ന് പ്രത്യേകം ആ ധ്രുവൻ്റെ കഥാഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രത്യേകം എടുത്തു പറയേണ്ടത്. നമുക്കൊക്കെ ഇവിടെ വന്നിരുന്ന, പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു ഞായറാഴ്ച തന്നെ ആ ധ്രുവചരിതം പറയാനും അത് കേൾക്കാനും നമുക്കൊക്കെ സാധിച്ചിരിക്കണോ. ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ആ ഗുരുപരമ്പരയുടെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇനിയും നമുക്കൊക്കെ ഉണ്ടാകട്ടെ.
ഗുരുവായൂരപ്പ പാതാരവിന്ദങ്ങളിൽ, ഗുരുപാതാരവിന്ദങ്ങളില്, സജ്ജന പാതാരവിന്ദങ്ങളില് ഇനിയും ഭക്തി വർദ്ധിക്കട്ടെ. അതിന് നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എല്ലാ വാക്കുകളും ഗുരുചരണാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ.